പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ജനത്തെ ആശീർവദിക്കാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നോൻപ് കാലത്ത് മുഴുവനും അനുഷ്ഠിച്ച നോൻപും കൃപാസന ഉടമ്പടി എടുത്ത ആൾക്കാർ ജീവിച്ച ജീവിത രീതികളും സുവിശേഷത്തിൻ്റെ സാക്ഷീകരണങ്ങളായിട്ട് അവരങ്ങയുടെ തിരുവുദ്ധാനത്തെ സാക്ഷ്യം വഹിച്ചതിൻ്റെ ശക്തിയും ഞാനിപ്പോൾ സ്വാംശീകരിച്ചുകൊണ്ട് ജനത്തെ ആശീർവദിക്കാൻ കർത്താവേ, നിരാലംബരായിട്ടുള്ള മക്കളെ ഞങ്ങൾ തിരിച്ച് ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ വേദനയോടെ ഓർക്കുന്നു. സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ വിഷയം പോലും അവർക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാൻ പാടാത്തവർ, ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭാഷ കൊണ്ട് പരിമിതപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈശോയെ കർത്താവേ, അവരൊക്കെ നീ ഒരു ചോദ്യം പോലും ചോദിക്കാതെ പല മനുഷ്യരെയും നീ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ ഏറ്റെടുത്തതെന്ന് അങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമാണ്.
ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ഞങ്ങളുടെ ബലഹീനത ഏറ്റെടുക്കുന്നവൻ. പല ആൾക്കാർക്ക് ചിരിക്കാൻ പോലും പ്രയാസമാണ്. ചിലർക്ക് ഡിപ്രഷൻ ലുക്കാണ്. അവരെന്ത് പറഞ്ഞാലും അവർ ചിരിക്കത്തുമില്ല, സന്തോഷിക്കത്തുമില്ല, അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടവുമല്ല. ഇങ്ങനെ ബലഹീനമായിട്ടുള്ള വ്യക്തികളെ പോലും കർത്താവോട് ജീവിക്കുന്നതിന് മറ്റുള്ളവരെ സന്ധിപ്പിക്കുകയും അങ്ങ് അവർക്ക് പ്രത്യേകമായ കൃപയും അവരോട് മറ്റുള്ളവർക്ക് ഒരു താപവും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങ് നിലനിർത്തുന്നുണ്ട്. കർത്താവെ, നിലനിൽപ്പിൻ്റെ വരം എല്ലാവർക്കും കൊടുക്കണം. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നാത്തിനാണ് എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ. അവിടെ പോയാൽ ആര് ഞങ്ങളെ സഹായിക്കും? പുനരുത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമായിരുന്നത് ആര് കല്ലെടുത്ത് മാറ്റിത്തരുമെന്ന്. ഇതെല്ലാ മനുഷ്യർക്കുമുള്ള ആശങ്കയാണ്. അവരുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ ആര് മാറ്റിത്തരും? ആര്? മേരി മാഗ്ഡലിനും മറ്റു മറിയവും കൂസായുടെ ഭാര്യ മറിയവും എല്ലാവരും കൂടി കർത്താവിന് തിരുക്കല്ലിലേക്ക് വെളുപ്പാൻ കാലത്ത് ഓടുമ്പോൾ അവരുടെ ആശങ്ക ഉൾക്കൊണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ, ആ കല്ല് ആര് എടുത്ത് മാറ്റിത്തരും? അവർക്കതിനുള്ള കഴിവില്ല. പക്ഷേ പുരുഷന്മാർ, കഴിവുള്ളവരാരും അവരുടെ കൂടെ ഇല്ലതാനും. ഇങ്ങനെ സ്വാധീനം ആരുമില്ല, സ്വാധീനമുള്ളവരും ആരുമില്ല. ആര് ഞങ്ങൾക്ക് വേണ്ടി ആ തടസ്സം മാറ്റിത്തരും എന്നുള്ള വിഷയം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്ന എല്ലാ മക്കൾക്കുമുണ്ട് ആ തടസ്സം. എൻ്റെ ഭാഷയുടെ തടസ്സം, ഭാഷ അറിയാൻ പാലാത്തതിൻ്റെയും പ്രകടിപ്പിക്കാൻ പറ്റാത്തതിൻ്റെയും കല്ല് ആര് മാറ്റിത്തരും? എൻ്റെ വേണ്ട വിധം വേണ്ട സമയത്ത് ഞാൻ ഓർക്കണില്ല. പരീക്ഷക്കാരിൽ ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്. അത് ആ സമയത്ത് ഓർത്തില്ലല്ല കർത്താവേ. ഓർത്തിരുന്നെങ്കിൽ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്, പക്ഷേ ഞാൻ ഓർത്തില്ല കർത്താവേ. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയിൽ കല്ല് വീണിട്ടുണ്ട്. ആ കല്ല് ആര് മാറ്റിത്തരും? അങ്ങനെ നിൻ്റെ തടസ്സങ്ങൾ മാറ്റിത്തരും എന്ന് ഓർത്ത് നീ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവവേദലെ, നിൻ്റെ കല്ല് കർത്താവ് മാറ്റുന്നതായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അതെ, അവൻ ഉയർത്തെഴുന്നേറ്റ് നിൻ്റെ കല്ലുകൾ എടുത്ത് മാറ്റാൻ തന്നെയാണ്. അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ബൈ ചാൻസ് ആയിട്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഫലമായിട്ട് നടക്കുന്നതാണ്. നീ എൻ്റെ ആശങ്കകളുടെ കല്ലുകൾ അപ്പം തന്നെ അപ്രത്യക്ഷമാവുകയാണ് കർത്താവേ. അതുകൊണ്ട് അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, കഴിവില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഉടമ്പടി തന്നപ്പോൾ പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. അതെന്നുവെച്ചാൽ ഞങ്ങളുടെ കഴിവിൽ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ഈ വിഷയം, ഈ കാലത്ത് കൃപ അവൻ സൗജന്യ ദാനമായി എല്ലാവരിലേക്കും ഒഴുകുന്ന ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ കൃപയ്ക്ക് അവകാശം ഓഹരിയാക്കാൻ ഞാനീ പ്രാർത്ഥിക്കുന്ന മക്കളങ്ങ് പ്രത്യേകമായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ജീവിത മാർഗമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗമില്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബം ഭാര്യാഭർത്തകമായി പിരിഞ്ഞ അവസ്ഥ, മക്കൾ അകലങ്ങളിൽ അകപ്പെട്ടു പോയ അവസ്ഥ, കർത്താവിൻ്റെ നാമത്തിൽ, പുനരുദ്ധാനം ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പുതിയ ഓഡിയൻസാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഞാൻ ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആവർത്തിക്കുമ്പോഴേ ചെറിയ സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അല്ല, വെറുതെ അതേപടി ഞാൻ ഒന്നും ആവർത്തിക്കത്തില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നറിയോ? കഴിഞ്ഞ കൊല്ലം പറഞ്ഞതിൻ്റെ ഒരു ബാക്കി എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിനെ കുറിച്ചുള്ള മാതാവിൻ്റെ റെസ്പോൺസ്, അത് എൻ്റെ ഒരു വിഷയമാണ് എപ്പോഴും. ദ സൈലൻസ് ഓഫ് മേരി. വേറെ കുറേ മറിയം ഒക്കെ കർത്താവിൻ്റെ പുനരുത്ഥാന ദിവസം ഭയങ്കര എനർജറ്റിക് ആയിട്ട് ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. മേരി മാഗ്ഡലിൻ, മറ്റേ മറിയം എന്നൊക്കെ പറയുന്ന കൂസായുടെ ഭാര്യ മറിയം, ഇവരൊക്കെ ഈ ഓട്ടവും പിടുത്തവും ബഹളമൊക്കെ കാണിക്കുന്നുണ്ട് പുനരുത്ഥാന ദിവസങ്ങളിൽ. അവരാണ് ചർച്ചയ്ക്ക് വരണത്. ശരിക്കും പുനരുത്ഥാന ദിവസം നമ്മൾ രസമാണ്. അതായത് മാതാവ് നേരെ ഗ്രീൻ റൂമിലേക്ക് മാറും. എന്നിട്ട് ലൈം ലൈറ്റിൽ വന്ന് നിൽക്കുന്നത് വേറെ മറിയമൊക്കെയാണ്. അപ്പം ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുള്ളതാണ്, നീ എന്തുകൊണ്ടാണ് അമ്മയെ ബൂസ്റ്റ് ചെയ്യാതിരുന്നത്? നിൻ്റെ നീയും മറഞ്ഞ അമ്മയും മറഞ്ഞ പോലെയാണല്ലോ. അത് ഞാൻ ഈശോയോട് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബൈബിളിൽ നീയും മറഞ്ഞു അമ്മയും മറഞ്ഞു ഒരേ സമയം തന്നെ കുരിശിൽ. അപ്പോൾ പരിശുദ്ധാത്മ എനിക്ക് ചില നോട്ടുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞതല്ല. അതായത് മറിയം ആണ് പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷി. ആര്? പരിശുദ്ധ അമ്മ. പക്ഷേ ഒരു സൈലൻ്റ് വിറ്റ്നസ്സിയാണ്.
അറിയാം, ഒരു 2 തരം പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളാണുള്ളത്. പുനരുത്ഥാനത്തിന് ശേഷം 2 തരം സാക്ഷികളാണ്. ഒന്ന് സൈലൻറ്റ് സാക്ഷി. ചിലർ ഭയങ്കര ലൗഡായിട്ട് സ്പീക്ക് ചെയ്യുന്ന രീതിയിലുള്ള ശബ്ദമുഖരിതമായ സാക്ഷികൾ. നിശബ്ദ സാക്ഷികളുമുണ്ട്, ശബ്ദമുഖരിത സാക്ഷികളുണ്ട്. അപ്പം മാതാവ് ഇതിൻ്റെ അകത്ത് നിശബ്ദ സാക്ഷിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ 3ാമത്തെ ഹൃദയത്തെ സംഗ്രഹിപ്പാണ് ഇപ്പം നടക്കുന്നത്. മാതാവ് വളരെ ഗുരുതരമായ ഗൗരവതരമായ ചില വ്യക്തികളുണ്ടല്ല, എന്തെങ്കിലും മഹാകാര്യങ്ങൾ സംഭവിച്ചാൽ ഒന്നെങ്കിൽ അവർ ഓവർ ടോക്കറ്റീവ് ആവും, അല്ലെങ്കിൽ ചിലർ മിണ്ടടക്കം പാലിക്കും. അതുപോലെ അമ്മ ഈ സമയത്ത് ഒരു മിണ്ടടക്കം പാലിച്ചിരിക്കുക, എന്താണ് ഹൃദയത്തെ സംഗ്രഹിക്കുക. അമ്മ നേരത്തെ 2 പ്രാവശ്യം ഹൃദയത്തെ സംഗ്രഹിച്ചതായിട്ട് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള ഒരു താൽക്കാലിക ഹൃദയത്തെ സംഗ്രഹിപ്പാണ്. ഇപ്പം അമ്മ ഒരു നീണ്ട ഹൃദയത്തെ സംഗ്രഹിപ്പിലേക്ക് നീങ്ങുകയാണ് ഇപ്പം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോടാണല്ലോ എല്ലാം പറഞ്ഞത് ഈശോ. മാലാഖ് പറഞ്ഞതും ഈശോ പറഞ്ഞതും അമ്മയോട് പറഞ്ഞതിൻ്റെ ഇതെല്ലാം പുനരുദ്ധാനത്തിൻ്റെ കണ്ടന്റ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അമ്മയോടായതുകൊണ്ട് അമ്മ പരിശുദ്ധാത്മാവാണ് നിറഞ്ഞ്, മറിയം പരിശുദ്ധാത്മാവാണ് നിറഞ്ഞ ആളായതുകൊണ്ട് അത് വളരെ മിനിമം പറഞ്ഞാൽ മതി. നമ്മളോട് ഈ മാക്സിമം പറയണം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കുറവായത് കാരണം കുറേ പറഞ്ഞാലാണ് നമുക്ക് പകുതി കിട്ടണത്. അമ്മയോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അമ്മയോട് എന്താ പറഞ്ഞത്? ഒരു ജസ്റ്റ് നോളജേ കൊടുത്തുള്ളൂ. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല, അത്രേ പറഞ്ഞുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 1:33. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. പക്ഷെ അമ്മയോട് അത്രയും പറഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ് അറിയാം. കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മയോട് പറയും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയും. ഈ പരിശുദ്ധാത്മാവ് ഫുൾ സിംഗായിട്ട് വർക്ക് ചെയ്യുന്ന കാരണം അമ്മയോട് ഒരു ഹിൻഡ് കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരു 100 പ്രാവശ്യം പറഞ്ഞ പോലെയുള്ള ഇഫക്റ്റ് വരും. എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അമ്മ ശരിക്കും പറഞ്ഞാൽ ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആ യേശുവിൻ്റെ അമ്മയായ മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവൻ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന മേലോട്ട് നോക്കുമ്പോൾ, ഈശോയ്ക്ക് നോക്കുമ്പോൾ ഈശോയുടെ മുകളിൽ തൂങ്ങിയ ഒരു അയ്യനാറയുണ്ട്. എന്താണത്? യേശു, അതായത് അയ്യൻ, യേശു നസ്രേനി, റക്സ് രാജാവ്, യുദ്ധയൂരും എന്നുവെച്ചാൽ യൂതന്മാരുടെ രാജാവ് നസ്രായനേശു. ഇതിനെക്കുറിച്ച് ഭയങ്കര കശപിശ വന്നതാണ്. ഇവർ ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ അതുകൊണ്ട് വയലൻ്റായി. ഇത് വായിച്ച് വയലൻ്റായി. അവർ പിലാത്തോസോട് പറഞ്ഞ് ഇങ്ങനെയൊന്നുമല്ല, ഇത് ഫോഷ്കാണ് എഴുതിയിരിക്കുന്നത്, ഇവൻ പറഞ്ഞു എന്ന് പറയണം. ഇവൻ രാജാവെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, ഇവൻ പറഞ്ഞു ഇവനാണ് യഹൂദന്മാർ രാജാവെന്ന് പറയാം. അപ്പം പിലാത്തോസ് പറഞ്ഞു നോനോട് വട ഹാവ് റിട്ടേൺ ഈസ് റിട്ടേൺ. പണ്ടത്തെ പോലെ നിങ്ങൾ അന്ന് ഇത് 2 ദിവസം ഇന്നലെ വൈകുന്നേരം ഭയങ്കര ചർച്ചയായിരുന്നല്ല, അപ്പം പെട്ട് നിൽക്കുകയാണ് യൂദാസ്. കോടിയ വന്ന് പറഞ്ഞൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പം യൂദാസ് എന്താ പിലാത്തോസ് പറഞ്ഞു കോടിയ ഐ ആം ഇൻ ഹെൽപ്ലെസ് സിറ്റുവേഷൻ. ഇവന്മാരെങ്ങാനും പോയി സീസറിനോട് എനിക്കെതിരെ സംസാരിച്ചാൽ ഞാൻ കസേരന്ന് മാറേണ്ടി വരും, നിസ്സഹായാണ് ഞാൻ, നമ്മൾ രണ്ടും വഴിയിലായി പോകുമെന്ന് പറയും. സങ്കടപ്പെട്ട് ക്ലോഡിയ പോകും. പക്ഷെ ഇയാൾക്ക് തട്ട് കിട്ടിയിരിക്കുകയാണ്. അയാൾക്ക് അറിയാൻ തെറ്റാണ്. കൈ കഴുകിയാലും ആ കറ അദ്ദേഹത്തിന് ഹൃദയത്തിൽ പോകാതിരിക്കേണ്ട കാരണം പിന്നെ ഇവർ വന്ന് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പോയി പണി നോക്കണമെന്ന് പറഞ്ഞു. അവിടെ അതിനെ കഴിയപ്പോൾ അതിനെ ജനക്കൂട്ടത്തിൽ വന്ന് പിലാത്തോസ് സ്വന്തം നിറം കാണിച്ച് പോയി നോക്കണമെന്ന്. ബട്ട് ഐ ഹാവ് റിട്ടേൺ, ഞാൻ എന്താണ് എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് റിട്ടേൺ ഫോർ എവർ എന്ന് പറഞ്ഞു. എന്നൊക്കെ അതൊന്നും മാറ്റാൻ പറ്റത്തില്ല.
എന്താണ്? അവൻ രാജാവാണെന്ന്. അപ്പം അമ്മ ഇത് നോക്കുന്നുണ്ട് മുകളിലോട്ട്. ആരും വായിക്കാത്ത വായന അമ്മ വായിച്ചു കൂട്ടുന്നുണ്ട്. എന്താണ്? തന്നോട് പറഞ്ഞ കാര്യമാണിത്. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകാത്തത്, അവസാനമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് തൻ്റെ മകൻ കയറിപ്പോണത് അമ്മയാണ് ആദ്യം കാണുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ. അന്ന് മുതൽ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ തുടങ്ങിയതാണ്. അതാണ് അമ്മയുടെ മൂന്നാമത്തെ ഹൃദയ സംഗ്രഹം എന്ന് പറയുന്നത്. അമ്മ എന്നും പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായി ശിഷ്യന്മാരെ പിന്നെ പുനരുദ്ധാനത്തിന് സാക്ഷികളാക്കാൻ പരിശീലിപ്പിക്കുകയായിരുന്നു അമ്മ ചെയ്തത് മുഴുവൻ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു 12 വയസ്സായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ വിഷയത്തിൻ്റെ മേലെ, പുനരുത്ഥാന വിഷയത്തിൽ അമ്മയ്ക്ക് വല്ലാത്ത ഒരു പുനരുത്ഥാനം എപ്പോഴും ചിലർക്ക് ദഹിക്കാൻ പാടുവരും. അപ്പം അമ്മയ്ക്ക് ഇവന് 12 വയസ്സായപ്പോഴും അമ്മയുടെ മനസ്സിൽ പുനരുത്ഥാന വിഷയം വന്നു. അതിനെക്കുറിച്ചൊക്കെ നാളെ കാണാം. തൽക്കാലം നിങ്ങൾ ഉയർപ്പിൻ്റെ ദിവസം അമ്മയുടെ ആധ്യാത്മികമായി ഉയർത്തുന്നതിനെ കുറിച്ച് കൂടി നിങ്ങൾ ധ്യാനിക്കണം എന്ന് പറയണ കാര്യം വെച്ചാൽ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷി അമ്മയാണ്. അമ്മയെപ്പോലെ എന്നെയും നിങ്ങളെയും കർത്താവ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെ ആദ്യമായി അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ രണ്ടാമതും സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 100,000 നന്ദി അറിയിക്കുകയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ശ്രീദേവി. ഞാൻ കായംകുളം ചെട്ടികുളങ്ങര ഭൗതിപ്പടി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 7/3/2023 ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇതെൻ്റെ 9ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ തുടർച്ചയായിട്ട് ഉടമ്പടി എടുക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യം വെച്ച നിയോഗം, എൻ്റെ വീട് 10 വർഷമായി വീടിൻ്റെ പ്രമാണം പണയത്തിലായിരുന്നു സൊസൈറ്റിയിൽ. അത് എൻ്റെ മാത്രമല്ല, എൻ്റെ വീട് ഷീറ്റിട്ട വീടായതിനാൽ അവർ ലോൺ തരത്തില്ല എന്ന് പറഞ്ഞതിന് പ്രകാരം എൻ്റെ ചേട്ടൻ്റെ അമ്മയും കുടുംബവും താമസിക്കുന്ന അവരുടെ വീടിൻ്റെ പ്രമാണവും കൂടെ ഞാൻ ലോൺ വെച്ചിരിക്കുകയായിരുന്നു. ഈ 10 വർഷമായിട്ട് എനിക്കിതെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്ത് ഓരോ നിയോഗങ്ങളും, ഞാൻ ആദ്യം വെച്ച നിയോഗങ്ങൾ ഇതായിരുന്നെങ്കിലും തുടർന്ന് എൻ്റെ ചേച്ചിക്ക് ഭവനമില്ലായിരുന്നു, അത് വെച്ച് അതെനിക്ക് സാധിച്ചു. അവൾക്കൊരു ജോലി, അംഗനവാടിയിൽ ജോലി കിട്ടി. ഇതെല്ലാം ഞാൻ സാക്ഷ്യം പറഞ്ഞാണ്. 2 സാക്ഷ്യം ഞാൻ എഴുതി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇത് ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടുന്നില്ല. എങ്ങനെയൊക്കെ നോക്കിയിട്ടും എൻ്റെ കടങ്ങൾ തീരുന്നില്ല. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. എൻ്റെ വീടിനടുത്തുള്ള ഒരു കൊച്ചു പറഞ്ഞതിന് പ്രകാരം ഉടമ്പടി എടുത്തു. എൻ്റെ ഹസ്ബൻഡ് പുറത്തോട്ട് പോകുന്നതിന് വേണ്ടി ആവശ്യത്തിനായിരുന്നു. അത് പോയി കഴിഞ്ഞ് ഞാൻ വന്നിവിടെ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പോയി. പക്ഷേ എന്നിട്ടും കടത്തിനൊരു മേൽഗതി ഉണ്ടാകുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും കടം തീരുന്നില്ല. അപ്പം ഞാൻ ഓരോ അച്ഛൻ്റെ സാക്ഷ്യം കേൾക്കാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനും എല്ലാം, കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനെല്ലാം തുടങ്ങി. എന്നിട്ട് ഒരു രക്ഷയില്ല. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം 9ാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇറങ്ങാൻ നേരം തിരിഞ്ഞു നോക്കിയിട്ട്, അമ്മേ ഇതെൻ്റെ 9ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ ഇത് തീർന്ന് അടുത്ത ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ പ്രമാണവും കൊണ്ട് വേണമേ അമ്മേ ഞാൻ ഇവിടെ വരുവാൻ. ഞാൻ എന്നിട്ടും പ്രാർത്ഥിച്ചു. പക്ഷേ ഇത് സാധിക്കാത്തതിന് എൻ്റെ ഉടമ്പടി കുറച്ചായി ഉഴപ്പിയെങ്കിലും പിന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന് കേൾക്കാറുണ്ട്. ഞാൻ ഹരിധർമ്മസേനയായിട്ട് ചെട്ടികുളങ്ങര പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് 9 മണിക്ക് ജോലിക്ക് പോകണം. പക്ഷേ ഞാനെങ്കിലും ആ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുന്നത് എൻ്റെ അടുക്കള ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അത് കാരണം എനിക്ക് സമയമില്ല. 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അത്രയും സമയം ലേറ്റാകും. 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. എങ്കിലും ഞാൻ ഒരു ദിവസം പോലെ ഒഴിയാതെ കേൾക്കാറുണ്ടായിരുന്നു. അതുപോലെ ഞാനും എൻ്റെ അമ്മയും കൂടെ എപ്പോഴും രഹസ്യങ്ങൾ പറയുമായിരുന്നു. കാരണം അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങൾ, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ, അമ്മേ നാളെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്ത് സാധിച്ചു തരും, എങ്ങനെ ഇത് ഞാൻ മുന്നേറും, പക്ഷേ അതിനെല്ലാം അമ്മ എനിക്ക് ഉത്തരം തരുമായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ അമ്മയോട് എന്ത് കാര്യങ്ങളാണോ രഹസ്യം പറയുന്നത്, അത് പിറ്റേന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഡെയിലി ബ്രെഡിൽ അതേപോലെ പറയുകയും ചെയ്യും. അപ്പം ഞാൻ ചോദിക്കും, അമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ അച്ഛൻ എങ്ങനെ കേട്ടു, അച്ഛൻ എങ്ങനെ അറിഞ്ഞു, അത് അച്ഛൻ അതേപോലാണല്ലോ
പറയുന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം അമ്മയോട് പ്രാർത്ഥിച്ചു, ഈ മാർച്ച് 30-ന് നമ്മുടെ പ്രമാണം എടുത്തില്ലെങ്കിൽ അവർ വന്ന് പറഞ്ഞ് കേസിലോട്ട് പോവുകയാണ്, നിങ്ങൾക്ക് ഇനി ജപ്തി വരാൻ പോവുകയാണ്. അതിനു മുൻപ് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജപ്തിയുടെ കാര്യം വന്നു കഴിഞ്ഞ മാർച്ചിൽ പറഞ്ഞപ്പോൾ ഞാനിവിടെ ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ വന്നപ്പോൾ ഇവിടെ എന്നെ കയറ്റിയില്ല. കാരണം നമ്മുടെ ടോക്കൺ കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ജപ്തി വന്നില്ലല്ലോ, ജപ്തി വരട്ടെ എന്നിട്ട് ചിന്തിക്കാം, ജപ്തി വരുമ്പോൾ ഭിത്തിയിൽ നിന്ന് അത് ഇളക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞാണ് ഇവിടുന്ന് പോയത്. അപ്പോഴും ഞാൻ ആശ്വസിച്ചു, അമ്മയിൽ ഞാൻ ഉടമ്പടി വെച്ചതല്ലേ, എൻ്റെ കാര്യം സാധിക്കും. പക്ഷേ കൊച്ചച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ചു. ഞാൻ ആ പേപ്പർ കാണിച്ചിട്ട് പോയി. അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, ഭയപ്പെടേണ്ട, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സൊസൈറ്റിയിൽ ചെന്നപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നിനക്ക് കഴിയാൻ വിധം നിനക്കൊക്കുന്നത് പോലെ അത് ആ തുടർച്ചയായിട്ട് മുടങ്ങാതെ കുറേശ്ശെ അടച്ചത് തീർത്താൽ മതി, നിനക്ക് ജപ്തി വരികയില്ല, ഞങ്ങൾ അത് മാറ്റി വെച്ചോളാം ഈ പ്രമാണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ഒഴിവ് കിട്ടി. ഞാൻ സന്തോഷിച്ച് തുടർച്ചയായിട്ട് ഇങ്ങനെ ഉടമ്പടി എടുത്തു പോന്നു. കഴിഞ്ഞ മാസം എൻ്റെ വീട്ടിൽ ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ 2 പേര് സൊസൈറ്റിയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഈ മാർച്ച് 30-നകം ഇതെടുത്തില്ലെങ്കിൽ ഇത് കേസാവും, കാരണം ഇതിപ്പോൾ കോടതിയിലിരിക്കുകയാണ് ഈ പ്രമാണം. പിന്നെ 30-ാം തീയതി അത് ഞാൻ ചോദിച്ചു, എത്ര രൂപയ്ക്ക് അത് നമുക്ക് എടുക്കാൻ പറ്റും? 5.5 ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റും. 5 ലക്ഷം രൂപയായിരുന്നു ലോൺ എടുത്തത്. അതിൽ പകുതിയിൽ മുഴുവനും നമ്മൾ അടച്ചു കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഇത് ലോൺ പലിശ കുടിശ്ശിക, പിഴ കുടിശ്ശിക എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് വെളിയിലാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത് ചെയ്യും ചേട്ടാ നമ്മൾ? അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഞാനൊരു ചിട്ടിക്ക് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ആ ചിട്ടി ആദ്യം ഞങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ചിട്ടിയായിരുന്നു, അത് എടുത്ത് തന്നായിരുന്നെങ്കിൽ ബാക്കി നമ്മൾ സമാധാനമുണ്ട്. അപ്പം ഞങ്ങളുടെ കുറേ സ്വർണം പണയത്തിലിരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അത് എടുത്ത് നമ്മൾക്ക് വിൽക്കാം, പിന്നെ നമ്മൾക്കതെല്ലാം ഉണ്ടാക്കണം, ആദ്യം നമ്മുടെ പ്രമാണം എടുക്കട്ടെ. അങ്ങനെ സമാധാനിച്ചു. 4.5 ലക്ഷം രൂപ വീതം അങ്ങനെ എൻ്റെ മകൾക്കൊരു LIC ഉണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ മാർച്ചിൽ ഇങ്ങനെ ലോണിൻ്റെ ഇത് വന്നപ്പോൾ 1 ലക്ഷം രൂപ അതിൽ നിന്ന് ലോൺ എടുത്ത് അടച്ചായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ പകുതി അടച്ചതിനാൽ 1 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. ബാക്കി അതിനകത്ത് 30,000 രൂപയോളം കൊടുക്കാനുള്ളത് കൊണ്ട് ബാക്കി 70,000 രൂപയെ നമ്മൾക്ക് LICയുടെ പൈസ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരനാണ് LIC ചേർന്നിരിക്കുന്നത്. ഞാനതിന് അവിടെ ചെന്ന് ചോദിച്ചു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാർച്ച് 26-ാം തീയതി നിങ്ങളുടെ LIC ക്ലോസ് ആവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പൈസ അദ്ദേഹത്തിന് എങ്ങനെ എടുക്കാൻ പറ്റും? സ്ഥലത്തില്ലല്ലോ ആൾ. അന്നേരം ലോൺ എടുത്തത് എൻ്റെ അക്കൗണ്ടും വഴിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ് വിഷമിക്കേണ്ട, ലോണിൻ്റെ കാലാവധി കഴിയുമ്പോൾ നിങ്ങളുടെ LICയുടെ കാലാവധി കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് അത് താനേ വന്നുകൊള്ളും. മാർച്ച് 26 അവർ ഡേറ്റ് പറഞ്ഞു. എനിക്ക് ഉറക്കമില്ല, കാരണം ഞാൻ തന്നെയുള്ളൂ. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത മകൾ ഇവിടെ അമ്മയുടെ കാരുണ്യത്താൽ ഇപ്പോൾ നേഴ്സിംഗ് പഠനത്തിനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ സാക്ഷ്യം എഴുതി കൊടുത്തതാണ്. അപ്പോൾ അവൾ എന്നെ വിളിക്കുമ്പോൾ ചോദിക്കും, അപ്പം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ മാതാവേ, എൻ്റെ മകൾക്ക് 2 ക്രിസ്ത്യാനോ, ഒരു അക്രൈസ്തവയാണ്, ഒരു ക്രിസ്തീയ 2 മക്കളെ മാലാഖമാരെ അവർക്ക് കൂട്ടായി കൊടുക്കണേ, എങ്കിലേ നേരായ വഴിയിലും പ്രാർത്ഥനയോളും അവൾ മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെ അവൾക്ക് കിട്ടിയ റൂംമേറ്റ് 2 ക്രിസ്തീയ മക്കളായിരുന്നു. എല്ലാ ആഴ്ചയിലും എനിക്കിതുവരെ ഒരു കുർബാന കൈക്കൊള്ളാനോ പള്ളിയിൽ പോകാനോ സാധിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നതല്ലാതെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മകൾ അങ്ങനെ എല്ലാ ആഴ്ചയിലും അവിടെ അടുത്ത് പള്ളിയിൽ പോകാൻ മകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ മകൾ എന്നോട് വിളിച്ച് ചോദിക്കുക, എൻ്റെ കാര്യങ്ങൾ എൻ്റെ മകളോടാണ് ഞാൻ പറയുന്നത്. അമ്മേ, എന്താ ഈ ലോണിൻ്റെ കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, ഒന്നും വായില്ല മകളെ. അങ്ങനെ ഒരു കുട്ടി, എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ജോലിക്ക് പോകുന്നൊരു സുഹൃത്ത് എനിക്ക് 1 പവൻ്റെ വള തന്ന് സഹായിച്ചു. പറഞ്ഞ് ആരോടും പറയരുത്, ഞാനിത് തരാം. അതിന് കിട്ടുന്ന അപ്പോഴത്തേക്ക് സ്വർണ്ണത്തിൻ്റെ വില കുറഞ്ഞു. സ്വർണം പണയത്തിലിരിക്കുന്ന എടുക്കുകയും വേണം. അപ്പം എൻ്റെ ചേച്ചിയുടെ മകൻ എന്നോട് പറഞ്ഞു, കുഞ്ഞമ്മേ, എനിക്ക് ഒരു മാലയുണ്ട്, അത് പണയം വെച്ച് കുറച്ച് പൈസ സഹായിക്കാം. കുഞ്ഞമ്മ അതുകൊണ്ട് ആ സ്വർണം എടുത്തിട്ട് നമ്മൾക്കത് വിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിറ്റേന്ന് തൊട്ട് സ്വർണത്തിന് വില താനെ ഇടിയാൻ തുടങ്ങി. 1,80,000 90,000. ഞാൻ ചോദിച്ചു, അമ്മേ എന്ത് ചെയ്യും ഞാൻ? എന്നെ പരീക്ഷിക്കുകയാണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എൻ്റെ മകനോട് ഞാൻ പറയും, അമ്മേ ഞാൻ 25-ാം തീയതി ഒരു ഡേറ്റ് പറയുകയാണ്, 25-ാം തീയതി എനിക്ക് സ്വർണം കൊടുക്കണം. അപ്പോൾ അമ്മ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് ചെയ്തോളാം പറ. അങ്ങനെ 25-ാം തീയതി ആയപ്പോൾ എൻ്റെ മകൻ വിളിച്ചു വെച്ച് പറഞ്ഞു, കുഞ്ഞമ്മേ സ്വർണ്ണത്തിന് വില കൂടിയിട്ടുണ്ട്, എളുപ്പം വാ നമ്മൾക്കത് കൊടുക്കാം. അങ്ങനെ ഞാൻ അന്ന് കൊണ്ടുപോയി കൊടുത്തു. എനിക്ക് 1,93,000 രൂപ കിട്ടി. അതപ്പം മാറ്റി വെച്ചു. എൻ്റെ ഭർത്താവ് 2 ലക്ഷം രൂപ അയച്ചു തരാമെന്ന് പറഞ്ഞു. ആദ്യത്തെ ചിട്ടി അദ്ദേഹത്തിന് തന്നെ വീണു. അതിനും അമ്മ ഞങ്ങൾക്ക് സഹായിച്ചു. പക്ഷേ പെട്ടെന്ന് പറഞ്ഞു 1,70,000 രൂപയെ അയക്കാൻ പറ്റൂ. കാരണം അദ്ദേഹം നേരത്തെ നിന്ന കടയിൽ നിന്ന് വേറൊരു കടയിലേക്ക് മാറിയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ അക്കാമ പുതുക്കണം. നേരത്തെ നിന്ന് അറബിയുടെ കീഴിലല്ല ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. അങ്ങനെ 30,000 രൂപ അക്കാമ പുതുക്കുന്നതിന്
ഇങ്ങനെ ആവശ്യത്തിനായി കൊടുത്തു. ബാക്കി 1.70 ഉള്ളൂ. ഞാൻ കണക്ക് കൂട്ടി 1.70, അത് 70 LICയുടെ പൈസ, പിന്നെ 1.93 സ്വർണം വിറ്റ പൈസ. പക്ഷേ എന്തു ചെയ്യും, എന്നീ ഒക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ സമാധാനിച്ചു. അവരൊരു പവൻ്റെ സ്വർണം തരാമെന്ന് പറഞ്ഞല്ലോ, ബാക്കി എൻ്റെ കഴുത്തേലും കാതയിലും കിടക്കുന്നത് കൊടുത്തിട്ടായാലും സ്വർണ്ണം എടുക്കണം. എനിക്ക് അങ്ങനെ ഉറക്കമില്ലാതെ ടെൻഷനായി. ഉറങ്ങാതെ എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഉറക്കമില്ലാതെ എൻ്റെ കണ്ണുകൾ രണ്ടും ചൊറിഞ്ഞ് വീങ്ങി, മുഖമെല്ലാം വീങ്ങി. അതിനുശേഷം ഞാൻ രാവിലെ എണീച്ച് ജോലിക്ക് പോകും. വെയിൽ കൊണ്ടാണ് പോകുന്നത്. ഒരു ഹരിതകർമ്മസേനയുടെ ജോലി എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയാം. ഈ വെയിലത്ത് രാവിലെ തൊട്ട് 5 ചിലപ്പോൾ 6 മണി വരെ ആവും വീട്ടിൽ വരുമ്പോൾ. ആ വെയിലും കൊണ്ട് വീട്ടിൽ വന്നാൽ ഈ ടെൻഷൻ, ഉറക്കമില്ല. അപ്പോൾ എൻ്റെ ചെറുമകൾ, എളിയ മകളാണ് എൻ്റെ കൂടെ ഉള്ളത്. 10 വയസ്സ് തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, മോളെ അമ്മയോട് ഒന്നും നീ ചോദിക്കാൻ പറയുകയും ചെയ്യരുത്, അമ്മയ്ക്ക് ആകെ ഭ്രാന്തെടുത്ത അവസ്ഥയാണ് മോൾ, അതുകൊണ്ട് അമ്മയ്ക്ക് സമാധാനം തരണം. ഞാനപ്പോൾ അമ്മയോട് ചോദിക്കും, ഉറക്കമില്ല, രാവിലെ വരെ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കും, ചിന്തയാണ് എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ കിടന്നപ്പോൾ ഞാൻ അമ്മയോട് ഒരു ദിവസം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ, അമ്മേ, ഞാൻ ജീവിതകാലം മുഴുവൻ അമ്മയുടെ കർത്താവിൻ്റെ പ്രേക്ഷിതയായി ജീവിക്കാൻ എനിക്കൊരു അവസരം തന്നാൽ ജീവിച്ചു കൊള്ളാം. എനിക്ക് എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ട മറുപടി, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം ഇന്ന് കാണിച്ചു തരണം. അങ്ങനെ കിടന്നപ്പോൾ നമ്മുടെ ബഹുമാനായ ജോസഫ് അച്ഛൻ, ഉറക്കത്തിൽ ഞാൻ വെളുപ്പിന് സ്വപ്നം കാണുകയാണ്. അച്ഛൻ വന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ മാതാവിൽ ഏൽപ്പിച്ച ഒരു കാര്യം നീ എന്തിന് വിഷമിക്കണം, നീ എന്തിനു സങ്കടപ്പെടണം, മാതാവിനെ നീ ഏൽപ്പിച്ചില്ലേ, മാതാവില്ലേ നിൻ്റെ കൂടെ. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് സമയം നോക്കിയപ്പോൾ വെളുപ്പിന് 5:10, ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ എഴുതിയിരിക്കുന്ന സമയം. അപ്പോൾ എനിക്കൊരു സമാധാനം വന്നു. അതെ, ഞാൻ മാതാവിനെ ഏൽപ്പിച്ചൊരു കാര്യമാണ്, എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്. അങ്ങനെ എനിക്ക് അന്ന് തൊട്ട് സുഖം, ഉറക്കം, ഒരു ടെൻഷനുമില്ല. അപ്പോൾ ഞാൻ നോക്കി 28 ഡേറ്റ്, മറ്റേന്നാൾ 10 മണിക്ക് അവിടെ സൊസൈറ്റിയിൽ പ്രമാണം എടുക്കാൻ ചെല്ലാൻ പറയും. എൻ്റെ 10 പൈസ ആയിട്ടില്ല. പൈസ ചേട്ടൻ അയക്കുമെന്ന് പറഞ്ഞത് മോൻ്റെ പേരിലുണ്ട്, അത് ബാങ്കിലോട്ട് വരുത്തതേ ഉള്ളൂ. എനിക്കൊരു ഇതുമില്ല. ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഞാൻ അമ്മയോടൊരു വാക്ക് അന്ന് പ്രാർത്ഥിച്ചപ്പോൾ 28-ാം തീയതി ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഇതുവരെ ഈ 9ാമത്തെ ഉടമ്പടി വരെ പ്രാർത്ഥിച്ച, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ ഒരു ദിവസത്തെ പ്രാർത്ഥന എൻ്റെ അമ്മ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മാർച്ച് 30 ഉച്ചയ്ക്ക് അമ്മ അൽത്താരിൽ പ്രത്യക്ഷപ്പെട്ട 2 മണി സമയത്തിന് മുമ്പ് എനിക്കിതിനൊരു മറുപടി തരണം. എൻ്റെ പ്രമാണം എൻ്റെ കൈകളിൽ എത്തണം. ഞാൻ എന്താണ് വേണ്ടത്, ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉറങ്ങി. പിറ്റേ തൊട്ട് എനിക്കങ്ങ് ഉറക്കമാണ്. എങ്ങനെയായിട്ട് ഉറക്കമില്ല. ദേഹം മൊത്തം, ശരീരവാസകലം വേദന, ഇടതുവശം മൊത്തം പൊങ്ങുന്നില്ല. കൈ തൊട്ട് കാല്, തല തൊട്ട് കാല് വരെ പെരുക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ, എനിക്ക് എന്താണ് ഇങ്ങനെ വേദന, ശരീരവാസകലം വേദന. അപ്പോൾ നമ്മുടെ 80 ദിവസം ഉടമ്പടി, നമ്മുടെ നൊയമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ വേദന എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ പിറ്റേന്നത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നത് കേട്ടു, നമ്മുടെ ഈശോ അനുഭവിച്ച പീഡാനുഭവങ്ങൾ ഓരോരുത്തർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്ത, കർത്താവേ, എനിക്ക് അതാണോ ഈ ശാരീരിക വേദന, എനിക്ക് വയ്യാലോ, ഞാൻ കിടന്നു പോകുമ്പോൾ എൻ്റെ മാനസിക നില തെറ്റിപ്പോകുമ്പോൾ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് സമാധാനം. അച്ഛൻ്റെ ഈ പ്രാർത്ഥന കേട്ടതിന് ശേഷം എൻ്റെ വേദനയും പെരുപ്പും എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ സൊസൈറ്റിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അതിനെക്കാട്ടി അത്ഭുതം. കാരണം ഞാൻ അമ്മയുടെ നേർച്ച വസ്തുവായി ഉപ്പ് അവിടെ എല്ലാം ഇട്ടാണ് കയറി ചെന്നത്. പക്ഷേ 5.5 ലക്ഷം രൂപയ്ക്ക് അവർ എൻ്റെ പ്രമാണം തരാമെന്ന് പറഞ്ഞത് അവിടെ ചെന്നപ്പോൾ പറയുന്നു, ഞാൻ 7,54,000 രൂപ അടയ്ക്കണം. ഞാൻ ആകെ വിഷമിച്ചു. എൻ്റെ കർത്താവേ, നീ എന്നെ ഇനിയും പരീക്ഷിക്കുകയാണോ? ഞാൻ എന്ത് ചെയ്യണം? ഒരു ഉത്തരവുമില്ല. ഞാനുണ്ട്, എൻ്റെ ചേച്ചിയുടെ മകനുണ്ട്. എൻ്റെ കയ്യിൽ പൈസ ആയിട്ട് 4,30,000 രൂപ മാത്രമേ ഉള്ളൂ. ബാക്കി പൈസ ഞാൻ ഇവിടെ ഒന്ന് ഒപ്പിക്കും. അപ്പോൾ അമ്മയോട് പറഞ്ഞു, എനിക്കൊന്നും അറിയണ്ട, സമയം 12:45, ഇനിയും അടുത്ത സമയം കുറച്ചേ ഉള്ളൂ, 2 മണിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അവർ തന്ന 1 പവൻ്റെ വള, സ്വർണത്തിന് വളരെ വില കുറഞ്ഞു, നിങ്ങൾക്ക് എത്ര രൂപ ഇതിന് മാക്സിമം തരാൻ പറ്റും? അവർ പറഞ്ഞ് 70 രൂപ. പിന്നെ അങ്ങേയറ്റം കൊച്ചിനെ ഞങ്ങൾക്ക് അറിയുന്നു, 75 രൂപ തരാം. എന്നിട്ടും പറ്റത്തില്ല. ഞാൻ ചിന്തിച്ച്, എന്ത് ചെയ്യും മാതാവേ എന്നിങ്ങനെ വിഷമിച്ചു. പെട്ടെന്ന് ആരോ എനിക്കൊരു ധൈര്യം പകർന്ന പോലെ ഞാൻ എൻ്റെ കഴുത്തേലും കാതേലും കിടന്ന് ദൂരി അവരുടെ മേശപ്പുറത്ത് വെച്ചു. ഇതൊന്ന് തൂക്കി നോക്കി എത്രയുണ്ടെന്ന്. ഇതേ ഉള്ള എൻ്റെ കയ്യിൽ. പിന്നെ 1 ഗ്രാമിൻ്റെ ഒരു മോതിരം എൻ്റെ വീട്ടിലിരിപ്പുണ്ടും, അതുവേ ഉള്ളു എൻ്റെ കയ്യിൽ സ്വർണ്ണമായിട്ട്, അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇത് വെച്ചിട്ട് എനിക്ക് എൻ്റെ പ്രമാണം വേണം. അവരത് തൂക്കിയിട്ട് പറഞ്ഞു, പറ്റത്തില്ല, ഇനി സ്വർണം വേണ്ടി വരും. അന്നേരം ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, നീ ഓട്ടോ വിളിച്ച് അമ്മയുടെ മേശയിലിരിക്കുന്ന മോതിരം ഇങ്ങോട്ട് അതുകൂടെ കൊടുക്കുക, അതിൽ കൂടുതൽ എൻ്റെ കയ്യിലില്ല. 2,20,000 രൂപ ഇനിയും വേണം പ്രമാണം എടുക്കണമെങ്കിൽ. അങ്ങനെ ഇവർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വളയും മാലയും
പിന്നെ കമ്മലും കൂടെ ഒന്നിച്ച് വെച്ച് തൂക്കി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അമ്മേ എന്നെ പരീക്ഷിക്കരുതെന്ന് ഞാൻ നെഞ്ചുരുകി പ്രാർത്ഥിച്ചു. അവർ തൂക്കിയിട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഉള്ള പൈസ 2,20,000 രൂപയ്ക്കുള്ള സ്വർണ്ണമുണ്ട്, ഇത് നിങ്ങൾക്ക് പ്രമാണം തരാം. അപ്പോൾ ഞാനിവിടെ ഒരു വാക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് പോയിട്ടായിരുന്നു, ഞാൻ വരുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ പ്രമാണം എന്നെടുക്കുന്നോ അതും കൊണ്ടുവന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എൻ്റെ പ്രമാണമാണിത്. അങ്ങനെ 1:45 എന്ന സമയമായപ്പോൾ എൻ്റെ പ്രമാണത്തിന് അമ്മ ഒരു തീരുമാനം കൽപ്പിച്ചു. അതെനിക്ക് കിട്ടി. 10 വർഷം കൊണ്ട് എനിക്ക് സാധിക്കാൻ പറ്റാത്തത് ആ 1 മാസം കൊണ്ട് എൻ്റെ പ്രാർത്ഥന ഫലം എൻ്റെ കർത്താവിൻ്റെ, എൻ്റെ അമ്മയുടെ, എൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കാരുണ്യത്താൽ എനിക്കത് സാധിക്കാൻ പറ്റി. ഞാൻ എന്നും പറയുന്നുണ്ട്, ഞാൻ ജീവിതകാലം മുഴുവൻ എന്നെ ഉടമ്പടിയിൽ അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോ മനുഷ്യനും ഓരോ വ്യക്തിക്കും 100 വചനങ്ങൾക്ക് തുല്യമാണ്. അതുപോലെ എനിക്ക് വചനങ്ങളൊന്നും അറിയില്ല. ഞാൻ അതിന് പകരം ഇവിടുന്ന് പുറത്തുനിന്ന് പോയ വചനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വായിക്കണ്ട. അപ്പം ഞാൻ ചോദിക്കും, ഈ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വചനം എടുത്തിട്ട് പറയും, അമ്മേ എൻ്റെ നാളത്തെ ദിനം എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, എൻ്റെ ദൂതനെ നിൻ്റെ കൂടെ ഞാൻ അയക്കും. പിന്നെ പറയും, നിൻ്റെ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പിന്നെ ഓരോ വചനം വായിക്കുമ്പോൾ അത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ വചനങ്ങളായിരിക്കും എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു പത്രം വാങ്ങിച്ചു. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട്. അവിടെ കയറി ആശുപത്രികളിൽ എല്ലാ വാർഡിലും കയറി എല്ലാ രോഗികളെയും കാണും. എല്ലാവരുടെയും അടുത്ത് 5 മിനിറ്റ് ഇരുന്ന് അവരോട് സംസാരിക്കും. എന്താണ് അസുഖം, ആരുണ്ട് കൂടെ സഹായിക്കാൻ, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും. വളരെ സാമ്പത്തികമില്ല, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കില്ല കൊടുക്കാനെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ഇവിടെ വന്ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ കുറേ കൂട്ടുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായ്മയായി നിന്ന് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരു നിശ്ചിത തുക വീതം എടുത്ത് അനാഥാലയത്തിലും വൃദ്ധസദനത്തിലേക്കുള്ള എത്തിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇനിയും അമ്മയുടെ പ്രേക്ഷിതയായി ജീവിക്കാനുള്ള അനുഗ്രഹം ജീവിതകാലം മുതൽ തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആത്മീയ ജീവിതമായിട്ട് എനിക്ക് പറയാൻ, ഞാൻ ബൈബിൾ വായിക്കും. അതുപോലെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ബൈബിൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ബൈബിൾ വാങ്ങിക്കാൻ പല തവണ ഞാൻ സമ്പാദ്യം ഒപ്പിച്ച് വെച്ചെങ്കിലും എനിക്കത് വാങ്ങിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഒന്നിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ വരുമ്പോഴെല്ലാം ഓരോരുത്തരും ഇങ്ങനെ ബൈബിൾ ഇരിക്കുന്നതാണ്. ഞാനത് അതിയായിട്ട് ആഗ്രഹിച്ചു, അമ്മേ എനിക്കൊരു ബൈബിൾ ഇല്ലല്ലോ. അപ്പോൾ എന്നോട് ഇവിടെ ഇവിടെ വന്ന ഒരു അമ്മേനെ ഞാൻ പറഞ്ഞു, അമ്മ എനിക്കുമായിട്ടുള്ള രഹസ്യമാണ്. അപ്പോൾ അമ്മ എന്നോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ബൈബിൾ ഇല്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഇവിടെ കൗണ്ടറിലുണ്ടെങ്കിൽ വാങ്ങിച്ച് തരാം. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് അത് തീർന്നു പോയി. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് അതിനുള്ള സാമ്പത്തികം ഞാൻ തരാം, നീ അത് ഒരു ബൈബിൾ വാങ്ങിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ആ പൈസ ഞാൻ എൻ്റെ പേഴ്സ് സൂക്ഷിച്ചു. ഞാൻ പറയും, എന്ത് വന്നാലും ഞാൻ ഈ പൈസ എടുക്കത്തില്ല, എനിക്ക് ബൈബിൾ വാങ്ങിക്കാനാണ്. അങ്ങനെ പല ദാരിദ്ര്യങ്ങളും 10 രൂപയ്ക്ക് വരെ ഞാൻ വിഷമിച്ചു. പക്ഷേ എന്നിട്ട് ഞാൻ അതെടുത്തില്ല, എൻ്റെ പേഴ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. പിറ്റേ ഉടമ്പടി എടുക്കുക, ഈ 9ാമത്തെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ അത് കൊടുത്ത് ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നായിട്ട് അത് ഇവിടെ വന്ന് കൗണ്ടറിൽ വന്ന് ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വാങ്ങിച്ചു. അത് എനിക്ക് അച്ഛൻ പറഞ്ഞല്ല, ഒത്തിരി ദിവസം മുഴുവൻ എല്ലാവരും വായിക്കുന്നല്ല, വായിക്കാൻ പറ്റില്ല. 10 മിനിറ്റ്, ഞാനത് 10 മിനിറ്റേ വായിക്കത്തുള്ളൂ. അന്ന് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ ആ ബൈബിൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, എൻ്റെ കർത്താവ് എനിക്ക് സമയക്കുറവ് മൂലമാണ്, നീ ശിക്ഷിക്കല്ലേ. അപ്പോൾ ഇനി അതേപോലെ എല്ലാവർക്കും വേണ്ടി നല്ലത് വരുവാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ മക്കൾക്കും. ഇനിയും അതേപോലെ എനിക്കൊരു ഭവനമില്ല, എനിക്ക് പക്ഷേ അതിൽ വിഷമമില്ല. കാരണം എൻ്റെ പ്രമാണമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം, അതെനിക്ക് കിട്ടി. ഇനി എല്ലാ അമ്മയുടെ ഈശോയുടെയും അനുഗ്രഹം പോലെ സാധിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എൻ്റെ മകൾ വന്നിട്ട് എനിക്ക് അവിടെ വന്ന് അവളെയും കൊണ്ട് ഇവിടെ വന്ന് അമ്മയുടെ ആൾക്കാരെ സാക്ഷ്യം പറയണം. ഇനിയും ഞാൻ വരും, അതിനുള്ള അനുഗ്രഹങ്ങളും അടയാളങ്ങളും അമ്മ എനിക്ക് ഈശോയും എനിക്ക് തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഉടമ്പടിയിൽ തുടർന്ന് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഞാൻ ഇവിടെ ജീവിച്ചു കൊള്ളാമെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു. ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി അറിയിക്കുന്നു. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. സങ്കീർത്തനം 41-ാം വചനമാണ്. ക്ഷമയോടെ ദൈവത്തെ കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മെ ഒരിക്കലും അവഗണിക്കില്ല, നമ്മെ മറക്കില്ല. നാം പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ ഫലം കാണാതെ ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങളാവാം നമ്മുടെ ജീവിതത്തിൽ രോഗത്തിന്, സൗഖ്യവും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കുടുംബ പ്രശ്നങ്ങളോ എന്തൊക്കെയായാലും ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് ക്ഷമയോടെ പ്രാർത്ഥിക്കുമ്പോൾ, കാത്തിരിക്കുമ്പോൾ
ഈശോയും അമ്മയും ഇടപെട്ട് നമ്മെ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. കാത്തിരിക്കുന്ന സമയമാണ്, വിശ്വാസം നമ്മിൽ വളരുന്ന സമയം. ഉടമ്പടിയിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും എത്ര പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഉടമ്പടിയിൽ നാം നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമെല്ലാം ഈശോയുടെയും അമ്മയുടെയും മുന്നിൽ സമർപ്പിക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ ഹൃദയവേദനകളെല്ലാം കാണുന്ന ദൈവം ശരിയായ സമയത്ത് ദൈവം പ്രതികരിക്കുന്നതായിട്ടാണ് ഓരോ ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാതാവിനെ ഏൽപ്പിച്ച കാര്യം അങ്ങ് വിട്ടുകൊടുക്കുക, പിന്നെ ടെൻഷൻ വേണ്ട എന്ന്. അതുപോലെ തന്നെയാണ് ഈ മകളോട് സ്വപ്നത്തിൽ പറഞ്ഞത്, മാതാവിനെ ഏൽപ്പിച്ച കാര്യം നീ എന്തിന് സങ്കടപ്പെടണം. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഈ മകൾ ഡേറ്റിട്ടാണ് പ്രാർത്ഥിച്ചത്. 30-ാം തീയതി മാർച്ചിന് മുമ്പായിട്ട് എനിക്ക് ഈ പ്രമാണം എൻ്റെ കയ്യിൽ കിട്ടി, മാതാവിനെ സാക്ഷ്യപ്പെടുത്തണമെന്ന്. അതുപോലെ തന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്തിന് മുമ്പ് 2 മണിക്ക് മുൻപ് ഈ പ്രമാണം എൻ്റെ കയ്യിൽ കിട്ടണമെന്നുള്ളൊരാഗ്രഹമാണ് ഈശോയുടെ അമ്മയോട് ഈ മകൾ പറഞ്ഞിരുന്നത്. അതിന് പ്രകാരം ആ മകൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ആ പ്രമാണമായിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. 10 വർഷം 1 മാസം കൊണ്ടാണ് ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഈ അനുഗ്രഹം, ഈ പ്രമാണം കയ്യിൽ കൊടുത്തത്. ഈ മകൾ വീണ്ടും പറഞ്ഞത്, ആ മകളുടെ വലിയൊരു ആഗ്രഹവും ആ തീഷ്ണതയും ദൈവവചനം വായിക്കുവാനും കേൾക്കുവാനും ആ വചനം കയ്യിൽ കിട്ടുവാനും ഒരു ബൈബിൾ കയ്യിൽ കിട്ടുവാനുണ്ടായിരുന്ന ഒരാഗ്രഹം, അതും ഈശോയും അമ്മയും പൂർത്തീകരിച്ചു കൊടുക്കുകയായിരുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും നമുക്കും ക്ഷമാപൂർവ്വം കാത്തിരിക്കാം. നമ്മുടെ ഒരു കർത്താവുണ്ട്. നമ്മുടെ ചെവി ചായച്ച് നമ്മളെ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ ആ നിലവിളി കേൾപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ ക്ഷമയും ശക്തിയും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫലം വൈകിയാലും വിശ്വാസം നഷ്ടപ്പെടാതെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ശ്രീദേവിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ഹരിപ്പാട് കരുവാറ്റ പഞ്ചായത്തിൽ നിന്നും വരുന്നു. എൻ്റെ പേര് അമ്പിളി. ഇതെൻ്റെ മൂത്ത മകൾ ഹരിത, ഇളയ മകൾ ഹർഷ. ഞാൻ മാതാവിനെ പറ്റി ആദ്യമായി അറിയുന്നത് 2018 ഞാൻ ഹരിപ്പാട്ടിൽ നിന്നും കണിച്ചുകുളങ്ങര ഒരു കല്യാണത്തിന് പോകുമ്പോൾ ആലപ്പുഴ KSRTC ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് അവിടെ ഞാനിരുന്ന ആ ബർത്തിൽ നിന്നും എനിക്കൊരു കൃപാസനം പത്രം കിട്ടി. ആ പത്രം ഞാൻ അവിടെ ഇരുന്ന് വായിച്ചു, സാക്ഷ്യങ്ങളെല്ലാം ഞാൻ വായിച്ചു. അത് കഴിഞ്ഞ് ആ പത്രം ഞാൻ മടക്കി വെച്ചു. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ അത്രയും പ്രായമുള്ള ഒരാൾ വന്ന് എൻ്റെ അടുക്കൽ ഇരുന്നേച്ച് എന്നോട് ചോദിച്ചു, കൃപാസനത്തിൽ പോവുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് കൃപാസനം എവിടെയാണെന്നൊന്നും അറിയത്തില്ല, എനിക്ക് പക്ഷേ ഒരു പത്രം കിട്ടി, ഞാനത് വായിച്ച്. അന്നേരം ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ പോവാണെന്ന് ചോദിച്ചവൻ പറഞ്ഞു ഞാൻ അവിടെ പോവാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്നത് ശ്രദ്ധിച്ചു, എവിടെയാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ കലവൂര് വന്നപ്പോൾ ഇവിടെ ആ സ്ത്രീ അവിടെ ഇറങ്ങുകയും അവിടെ നോക്കിയപ്പോൾ ഒരുപാട് വണ്ടികളും ഒരുപാട് ആൾക്കാരും അവിടെ കണ്ട്. അപ്പം ഞാൻ എൻ്റെ മോളുണ്ടായിരുന്നു, എൻ്റെ കൂടെ ഇളയ മോളുണ്ടായിരുന്നു. ഞാൻ മോളോട് പറഞ്ഞു, നമുക്ക് തിരിച്ച് വരുമ്പോൾ ഇവിടെ ഇറങ്ങി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോയി. അവിടെ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ അന്ന് ഇത്രയും വികസനമില്ലായിരുന്നു. ആൾക്കാരെല്ലാം വെളിയിലിരിക്കുമായിരുന്നു. അപ്പം ഞാനും മോളും ഇറങ്ങി. ഞാൻ അവിടെ ഒരാളോട് ചോദിച്ചു, എങ്ങനെയാണ് ഇവിടുത്തെ രീതികളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അന്നേരം എന്നോട് പറഞ്ഞ് ഇവിടെ അച്ഛനെ കാണണമെന്നും ഇവിടെ ഉടമ്പടി എടുക്കണമെന്നും ഒക്കെ പറഞ്ഞ് അന്ന് ഇവിടെ വലിയ ആൾക്കാർ വരുന്നു, നമുക്കകത്ത് കയറി ഒന്ന് തൊഴാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ വെളിയിൽ തന്നെ നിന്ന്
അമ്മയോട് പ്രാർത്ഥിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ച് അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ അപ്പം മോള് പറഞ്ഞു, എന്നാൽ നമുക്ക് പോകാം അമ്മേ, ഇവിടെ നിന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും ഇന്ന് നടക്കത്തില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോളൂടെ അടുത്ത വണ്ടിക്ക് കയറി ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പം ഞാൻ പറഞ്ഞു, എന്നെങ്കിലും എനിക്ക് വരാൻ പറ്റുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തില്ലെങ്കിലും എനിക്ക് നേരത്തെ തന്നെ എനിക്ക് മാതാവിനെ വിശ്വാസമായിരുന്നു, മാതാവിനെ ഈശോയെ എനിക്ക് വിശ്വാസമായിരുന്നു. ഞാൻ പഠിച്ചതും എൻ്റെ കൂട്ടുകാരും എല്ലാം ക്രിസ്ത്യൻ കുട്ടികളൊക്കെ ആയിരുന്നു. പഠിച്ച സ്കൂളും പള്ളിയുടെ സ്കൂളായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ പള്ളികളിലൊക്കെ പോകുകയൊക്കെ ചെയ്യുമായിരുന്നു. കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോകാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പോകുമായിരുന്നു. പിന്നെ ഞാൻ 2024 ഓഗസ്റ്റ് 31 ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. 2018 ഞാൻ അറിഞ്ഞു, കൃപാസന മാതാവിനെ പറ്റി ഞാൻ അറിഞ്ഞു. എനിക്കെടുക്കാനുള്ള സാഹചര്യം പറ്റിയില്ലായിരുന്നു. ഞാൻ പിന്നീട് 2024 ഓഗസ്റ്റ് 31 ഞാനും എൻ്റെ കുടുംബവുമായിട്ട്, എൻ്റെ മക്കളും എൻ്റെ ഭർത്താവുമായിട്ട് ഇവിടെ വന്ന് ഞാനും എൻ്റെ ഈ മൂത്ത മോളും ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം എൻ്റെ ഈ ഇളയ മോൾക്ക് 1 വയസ്സ് മുതലേ അവൾക്ക് അലർജി രോഗമായിരുന്നു. എന്നും ആശുപത്രി കൊണ്ട് നടക്കുമായിരുന്നു. എല്ലാ മാസവും അവൾക്ക് അങ്ങ് പനിയും കഫക്കെട്ടും വിമ്മിഷ്ടവും, അത് മാറത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഇതെല്ലാം ഞാൻ ഈ 2024 ഉടമ്പടി എടുക്കുന്നിടം വരെ ഞാൻ ആശുപത്രി കയറി ഇറങ്ങി അവൾക്ക് ഈ മരുന്നുകളെല്ലാം കൊടുക്കുമായിരുന്നു. 22 വർഷമോളം ഞാൻ ഈ ആശുപത്രി കയറി ഇറങ്ങി ഈ മകൾക്ക് മരുന്ന് കൊടുത്തു. അപ്പോൾ എൻ്റെ വീട്ടിലില്ല. ഭർത്താവ് മിലിറ്ററി ജോലിക്കാരനായിരുന്നു. ഞാനാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെല്ലാം പോകണം അവിടെല്ലാം ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഓടി നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സഹിയിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെയും ഈ മോക്ക് ഞാൻ അലർജിയുടെയോ വിമ്മിഷ്ടത്തിൻ്റെയോ മരുന്ന് കൊടുത്തിട്ടില്ല. 1 പ്രാവശ്യം കണ്ട് ഒരു പനി വന്ന് അത് പാരസിറ്റമോൾ ഗുളിക കൊടുത്തു, അത് മാറിക്കിട്ടി. ഇതുവരെ അവൾക്ക് 1.5 വർഷമായി ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ അവൾക്ക് ഈ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. രണ്ടാമത്തത്, എൻ്റെ ഈ മൂത്ത മകൾക്ക് മൂത്ത മകൾ പറയും. എൻ്റെ പേര് ഹരിത. ഞാൻ 2017 മുതൽ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. ആദ്യം കുറേ നാൾ PSC പഠിച്ചു, പിന്നീട് ബാങ്ക് കോച്ചിങ്ങിനും പോയി. എന്നിട്ടൊന്നും എനിക്കൊരു ജോലി ശരിയാകുന്നില്ലായിരുന്നു. പിന്നീട് ഞാനൊരു ജോലി അത്രയും ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിച്ചു. എന്നിട്ട് ഹസ്ബൻഡ് ദുബായിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ പോയി. എന്നിട്ടും എനിക്ക് ജോലിയൊന്നും എനിക്ക് ശരിയാകുന്നില്ലായിരുന്നു. അവസാനം ഞാനൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു ജോലി കിട്ടാനായിട്ട്. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് മുന്നേ ഞാൻ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ എല്ലാവരും വിളിക്കാമെന്ന് പറയുന്നതല്ലാതെ എനിക്ക് അവർ പിന്നീട് വിളിക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ചെന്ന എല്ലാ ഇൻ്റർവ്യൂസും എനിക്ക് പാസ്സാകുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് ഒരേ സമയത്ത് തന്നെ 2 ജോലിക്ക് എന്നെ വിളിക്കുകയും ചെയ്തു. അതിൽ ഞാൻ പഠിച്ച ഫീൽഡിലെ ജോലി തന്നെ എനിക്ക് സെലക്ട് ചെയ്യാനുമുള്ള ഒരു അനുഗ്രഹം എൻ്റെ അമ്മ എനിക്ക് തന്നു. ആ സമയത്ത് ഞാൻ ഏറ്റവും മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ സെയിം ക്വാളിഫിക്കേഷൻ ആയിരുന്നു മുമ്പും ഉള്ളത്, പിന്നെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ് വഴിയാണ് എനിക്ക് ആ ജോലി കിട്ടിയെന്നുള്ള കാര്യം എനിക്ക് ആ സമയത്ത് എനിക്കത് എൻ്റെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും എനിക്ക് കഴിഞ്ഞു. അതായിരുന്നു. പിന്നീട് എനിക്ക് എനിക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ ഹസ്ബൻഡിന് സാലറി ഇച്ചിരി കുറവായിരുന്നു. അതായത് നമുക്ക് അവിടെ ദുബായ് ആകുമ്പോൾ റെൻ്റൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം നമുക്ക് എക്സ്പെൻസ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു എക്സ്പെൻസ്. അപ്പം ഞാൻ അമ്മയോട് അത്രയും പ്രാർത്ഥിച്ചു, അമ്മയെ കുറച്ചും കൂടെ, കാരണം നമ്മൾ റെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഹാരത്തിനുള്ള മാത്രമുള്ള പൈസയേ ഉള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഒരു ഇച്ചിരി ശമ്പള വർധനവ് കൊടുക്കണേ. അതും മാതാവ് പ്രാർത്ഥിച്ച 1 മാസത്തിനുള്ളിൽ തന്നെ മാതാവ് ആ അനുഗ്രഹം എനിക്ക് തന്നു. പിന്നീട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ തടസ്സം വെച്ചാൽ എനിക്കിവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയണമായിരുന്നു. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ ലീവ് എനിക്ക് അപ്രൂവായി കിട്ടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ജോലിക്ക് വന്നൊരു കുട്ടി, അവൾക്ക് തൊണ്ടയ്ക്കൊരു പ്രശ്നമായിട്ട് അവൾ ജസ്റ്റ് 1 മാസത്തെ ലീവിന് വന്ന് തൊണ്ട കാണിക്കാൻ വേണ്ടി വന്നേ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അവൾക്ക് ക്യാൻസറിൻ്റെ തുടക്കമായിരുന്നു. അപ്പോൾ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ വർക്ക് ഫ്രം ഹോം ഞങ്ങളുടെ കമ്പനി അനുവദിച്ച് കൊടുത്തു അവൾക്ക്. അപ്പം
അതായത് അവൾക്ക് വിചാരിച്ച സമയത്തിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് തീർന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ ലീവ് അപ്രൂവായി, ഞാൻ ടിക്കറ്റും എടുത്ത് വെച്ചിരുന്നു. അവസാന നിമിഷം അവർ പറഞ്ഞു ആ കുട്ടി വരാതെ എന്നെ വിടുകയല്ല എന്ന് പറഞ്ഞു, നാട്ടിലോട്ട് വിടത്തില്ല. എനിക്ക് വളരെ, കാരണം ടിക്കറ്റും എടുത്ത് വെച്ച് എനിക്കിവിടെ വന്ന് സാക്ഷ്യം എനിക്ക് പറയണം, അതാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര വിഷമമായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതിനകത്ത് ഇടപെടണേ, അവളെ അവിടെ അസുഖങ്ങളെല്ലാം കുറച്ച് അവിടെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് അവളെ എത്തിക്കണേന്ന് ഞാൻ എൻ്റെ ലീവ് അനുവദിച്ച് കിട്ടുന്ന 2 ദിവസത്തേക്ക് മുന്നേ ആയിട്ട് അവൾ പൂർണ്ണ ആരോഗ്യത്തോടെ കൂടി ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവൾ വന്നതുകൊണ്ടാണ് എനിക്കിവിടെ ലീവ് കിട്ടി എനിക്ക് ഈ സാക്ഷ്യം പറയാൻ കഴിഞ്ഞതും. ഹസ്ബൻഡിന് എന്നും വയറ്റിൽ വേദനയും, അത് സ്കാൻ ചെയ്തപ്പോൾ പിത്തസഞ്ചിയിൽ 4.4 mm ഒരു കല്ലുണ്ടെന്ന് പറഞ്ഞു. അത് പോയില്ലെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ്. അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുത്തരുതേ, അത് മാതാവ് ആ കല്ല് അതുപോലെ എടുത്തു മാറ്റി തരണമേ എന്ന് ഞാൻ മാതാവിനോട് അന്ന് മുതലും പ്രാർത്ഥിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് സ്കാൻ ചെയ്തപ്പോൾ ആ കല്ല് അവിടെ ഇല്ലാതെ അപ്രത്യക്ഷമായി. അങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു അനുഗ്രഹവും തന്നു. അത് മാതാവിൻ്റെ എണ്ണയും മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും തേനും കഴിച്ചതിൻ്റെ ഫലമായി ആ കല്ല് പരിപൂർണമായും മാറ്റി ഞങ്ങൾക്ക് സൗഖ്യം തന്ന് മാതാവ് ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ച്. 4ാമത്തെ സാക്ഷി, എൻ്റെ കൈ എന്നും എൻ്റെ കൈ മടങ്ങിയ നൂരാൻ പാടാണ്. ഭയങ്കര വേദനയായിരുന്നു. കുറച്ച് നാൾ കൊണ്ടുണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും ഇവിടുത്തെ വിശുദ്ധ തൈലം എൻ്റെ കയ്യിൽ പെരട്ടി അതിൻ്റെ ഫലമായി എനിക്ക് ആ വേദനയും ആ മടക്കിനും എനിക്ക് സൗഖ്യം തന്ന് മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ച്. ഇത്രയുമാണ് ഞങ്ങളുടെ സാക്ഷ്യം. കാരുണ്യ പ്രവൃത്തി ഇവിടെ നിന്നും കിട്ടുന്ന പത്രം ഞാൻ മേടിച്ച് അത് വിശ്വാസ പ്രമാണവും പ്രാർത്ഥനയും ചൊല്ലിയതിന് ശേഷം ഹരിപ്പാട് ടൗണുകളിലും കടകളിലും ആശുപത്രികളിലും ഞാനത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്നു. പിന്നെ ഞങ്ങളുടെ പരിസരത്തുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ഞാൻ ആദ്യമൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ അവർ 3ാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പം പറഞ്ഞു, അവിടെ ഞങ്ങളുടെ ആ പരിസരത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പലരുടെയും കയ്യിൽ ഈ പത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണ്ടാത്ത ആൾക്കാർക്കൊന്നും ഞാൻ കൊടുക്കാറില്ല. ഞാനത് വേറെ അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ അവർ മേടിക്കുന്നുണ്ട്. എന്നോട് ആരും ഇതേവരെ ഇത് വേണ്ടാന്നൊന്നും ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ ഇവിടത്തെ അച്ഛൻ്റെ ഞാൻ 5 മണിക്ക് വെളുപ്പിന് എണീക്കും. ആദ്യം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, അതിനുശേഷം ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ, അതിനുശേഷം ഞാൻ 2-3 സാക്ഷ്യം കേൾക്കും ദിവസവും. ഇത് ഞാൻ എൻ്റെ വാട്സപ്പിലുള്ള കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചൊവ്വാഴ്ചയുള്ള ധ്യാനം, എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ ധ്യാനം കൂടാറുണ്ട് ഓൺലൈനായിട്ട്. ചില സമയത്തെങ്ങാണ് എവിടെയെങ്കിലും ഒന്ന് പോകേണ്ടതായിട്ട് വന്നാൽ അന്ന് കൂടത്തില്ല. അത് പിന്നീട് ഞാനത് പിറ്റേ ദിവസം ഞാൻ അത് കാണുകയും ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരുണ്യപ്രവർത്തനം ഞങ്ങളെക്കൊണ്ട്, എൻ്റെ ഭർത്താവ് കാരുണ്യപ്രവർത്തനം കൂടുതൽ ചെയ്യുന്ന ആളാണ്, ഞാനും ചെയ്യും. എൻ്റെ മോളും ഇപ്പം ജോലി കിട്ടിയതിന് ശേഷം അവളെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവളും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പണ്ട് മുതലേ ആർക്കെങ്കിലും സാധുക്കൾക്ക് ദാനം ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇന്നും അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിള് ഞാൻ ദിവസവും വായിക്കും. അത് 2018 മുതലേ ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട്. എന്ന് ഞാൻ ഈശോയെയും മാതാവിനെയും കൂടുതൽ അറിയാൻ തുടങ്ങി അന്ന് മുതലേ ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട്. ഇന്ന് വരെ അതിനൊരു മുടക്കവും വന്നിട്ടില്ല. പിന്നെ ജപമാല ഞാൻ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇവിടെ നിന്നും എനിക്കൊരു ജപമാല കിട്ടിയിരുന്നു. ഈ ആൾത്താരയിൽ നിന്ന് എനിക്കൊരു ജപമാല കിട്ടിയിരുന്നു. അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്നു. എനിക്ക് ജപമാല അറിയത്തില്ലായിരുന്നു. കൂടുതലായിട്ട് എനിക്ക് ജപമാല എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ ജപമാലയുടെ ധ്യാനത്തിന് മുന്നോടിയായിട്ടുള്ള ജപമാല കേട്ട് പഠിച്ച് ഞാനതിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല മാതാവേ, ഞാൻ ചെല്ലുന്നത് മാതാവ്
അത് അംഗീകരിച്ചെടുക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞാണ് ഞാൻ ചെല്ലുന്നത്. എന്നാലും ഞാൻ ദിവസവും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ഒരു കൊന്തയെങ്കിലും ഒരു ദിവസം ചൊല്ലി പൂർത്തീകരിച്ച് ബൈബിളും വായിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ദിവസവും തുടങ്ങുന്നത് തന്നെ. ആദ്യം ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ തുടങ്ങത്തുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയമായും ഭൗതികമായും ഒക്കെയുള്ള വളർച്ചകളും എല്ലാം. പിന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭർത്താവിനും മരുമകനും എല്ലാവർക്കും തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാനും എൻ്റെ കുടുംബവും അർപ്പിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിർത്തുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഹോം ലീവിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഹോം ലീവ് കിട്ടില്ലായിരുന്നു. ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അവിടെ വലിയ തടസ്സമുണ്ടായിരുന്നു. ആ തടസ്സവും നിഷ്പ്രയാസം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയത് മാറ്റിക്കൊടുത്ത് ഈ മകൾക്ക് നല്ലൊരു ഹോളിഡേ നൽകി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി അമ്മയുടെ സന്നിധിയിൽ എത്തിക്കുവാനായിട്ട് ഇന്ന് സാധിച്ചു എന്നാണ്. സാലറി ഇൻക്രിമെൻറ്റ് ചെയ്തും ആദാവ് ഈശോയും ഇവരെ അനുഗ്രഹിക്കുകയായിരുന്നു. ഉടമ്പടി ജീവിതത്തിൽ നാം ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് ദൈവമാണ് പറയുന്നത്. കൃപാസനം ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പും ഒരു സമർപ്പണവുമാണ്. നമ്മുടെ ഫലം കായ്ക്കുന്ന ഒരു ആത്മീയതയിലേക്കുള്ള ഒരു സമർപ്പണ ജീവിതം, പ്രാർത്ഥനയിൽ കൂടുതൽ തീഷ്ണതയും സ്ഥിരതയും പാപത്തിൽ നിന്ന് മാറി നിന്ന് ഒരു നല്ലൊരു വിശുദ്ധിയുമായ ഒരു ജീവിതവും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വിശ്വാസത്തിൽ ഒരു വലിയ ഒരു വളർച്ച ഒരു ഉയർച്ചയാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഉള്ള മക്കളുടെ ജീവിതത്തിൽ നാം കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെന്ന് കരുതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാവർക്കും ഈ അനുഗ്രഹമില്ല. ഈ മകളൊരു ചെറിയൊരു പത്രത്തിൽ കൂടെ KSRTC ബസ്സിലിരുന്നപ്പോൾ കിട്ടിയ ഒരു പത്രത്തിൽ കൂടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഈശോയുടെ തിരഞ്ഞെടുപ്പ്. ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെ ഈശോ ഈ സന്നിധിയിലെത്തിക്കും. നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് പരിശുദ്ധാത്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വേദനയോടെ കണ്ണീരോടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയും ഒരിക്കലും കൈവിടാത്ത ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൂടെയുണ്ടെന്ന വിശ്വാസത്തോടെ കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. അമ്പിളിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ എത്തിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജൂലി, ഇതെൻ്റെ ഹസ്ബൻഡ് ജിനീഷ്, എൻ്റെ മകൾ ജുവൽ, എൻ്റെ മകൻ ജീസക്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൃപാസനത്തിൽ നിന്നും ആദ്യമായിട്ട് എൻ്റെ സിസ്റ്റർ ഇൻ ലോ എനിക്കൊരു ലോക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ലോക്കറ്റ് വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു നേഴ്സാണ്. നാട്ടിൽ ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ കസിൻസ് എല്ലാവരും പുറത്തായതുകൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് പുറത്ത് പോകണമെന്ന്. ഞാനങ്ങനെ ഈ ഉടമ്പടി ലോക്കറ്റല്ല ഞാൻ നോർമൽ എനിക്ക് സിസ്റ്ററിലോ തന്ന ഇവിടുന്ന് വെഞ്ചരിച്ച ഒരു ലോക്കറ്റ് വെച്ച് ഞാൻ സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് സാമ്പത്തികമായി കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊക്കെ ഒത്തിരി വെച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം എൻ്റെ സിസ്റ്റർ പറഞ്ഞനുസരിച്ച് ഞാൻ പോയി എക്സാം എഴുതി. എനിക്കപ്പോൾ UK സ്കോർ കിട്ടി. അതുപോലെ തന്നെ ഞാൻ UK അപ്ലൈ ചെയ്തു. വിത്തിൻ 1 മന്തിൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. ആ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഈ ലോക്കറ്റ് എപ്പോഴും എൻ്റെ ഡ്രസ്സിൽ ഞാൻ കുത്തിവെച്ചിട്ടാണ് ഞാൻ നാട്ടിലും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് നല്ല പേടിയുണ്ട്. അവിടുത്തെ ലാംഗ്വേജ് ഇംഗ്ലീഷ് നമ്മുടെ പോലെയല്ല, അതെല്ലാം എനിക്ക് പേടിയായിട്ട് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എന്നെ നീ എവിടേക്കെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണേ. അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഇൻ്റർവ്യൂ ടൈമിലും ഞാൻ ഈ ലോക്കറ്റ് മുറുകെ പിടിച്ച്, ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു, വീഡിയോ കോളിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നെക്സ്റ്റ് ഡേ എന്നോട് പറഞ്ഞു, നീ ഓക്കെ ആണ്, നിനക്ക് ഓഫർ ലെറ്റർ എനിക്ക് അയച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ റിസൈൻ വെച്ചു 1 മന്ത്. അങ്ങനെ ഞാൻ വിത്തിൻ 1 മന്തിൽ എൻ്റെ എല്ലാ പേപ്പർ വർക്കും പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ എനിക്കെല്ലാം ശരിയായി. ഞാൻ 2022 മാർച്ച് 27 ഞാൻ UK പോയി. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റി. അത് 3 മാസത്തിനുള്ളിൽ എനിക്ക് ഹസ്ബൻഡിനെയും മകളെയും അവിടേക്ക് കൊണ്ടുപോകാനും പറ്റി. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ റൂമിലുണ്ടായിരുന്നൊരു കുട്ടി, അവൾ കൃപാസനത്തിൻ്റെ
ഉടമ്പടിയിലായിരുന്നൊരു കുട്ടിയാണ്, ലിനി എന്ന് അവളുടെ പേര്. അവൾ വഴി എനിക്ക് ഉടമ്പടി ലോക്കറ്റും ഉപ്പും ഇത് തൈലെല്ലാം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവൾ എപ്പോഴും എന്നോട് പറയും, ഇത് കൈമാറാൻ പറ്റില്ല, പക്ഷേ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാനിവിടെ തിരികെത്തിച്ച് വെച്ചിട്ടുണ്ട്, രാവിലെ നിനക്ക് വൈകുന്നേരവും പ്രാർത്ഥിക്കാമെന്ന്. ഞാനപ്പോൾ അവളുടെ കൂടെ എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് കൃപാസനത്തിൽ വരണം എന്നുള്ളൊരാഗ്രഹം ഒരുപാട് എന്നിലേക്ക് വന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും രോഗാവസ്ഥകളും എല്ലാം വന്നപ്പോൾ ഞാൻ 2023 ജനുവരിയിൽ ഞാൻ ഓർത്തു, എനിക്ക് ഇങ്ങടേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കാം എന്ന്. ഞാൻ അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ 6 നിയോഗങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ഉടമ്പടിയിലല്ലെങ്കിലും ഞാൻ രാവിലെ നീലത്തിരിയും വൈകുന്നേരം പച്ചത്തിരിയും അവൾ കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കൂടെ പ്രാർത്ഥിക്കും. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ അതിനകത്ത് 6 നിയോഗങ്ങൾ വെച്ചത് ആദ്യം തന്നെ എൻ്റെ വീട് വിൽപ്പനയുടെ കാര്യത്തിനായിരുന്നു. കാരണം ഒരു 9 വർഷത്തോളമായിട്ട് ഞങ്ങളൊരു വീട് വാങ്ങിയതിന് ശേഷം ഞങ്ങളുടെ തറവാട് വീട് വിൽക്കാൻ പറ്റാതെ 9 വർഷമായി അത് കിടക്കുമായിരുന്നു. ഒരുപാട് പേര് വന്ന് നോക്കി, ഒന്നെങ്കിൽ പൈസ കൊണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അപ്പച്ചന് ക്യാൻസർ എന്നുള്ള രോഗം പിടിപെട്ടു. ആ സമയത്ത് സാമ്പത്തികമായി വളരെ പിന്നോക്കത്തിലേക്ക് പോയപ്പോൾ ഞങ്ങൾ വീണ്ടും കിട്ടിയ വിലയ്ക്ക് അത് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അമ്മ അവിടെ സമ്മതിച്ചില്ല, അത് വിൽക്കാൻ പറ്റിയില്ല. പക്ഷേ അപ്പച്ചൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം ഭംഗിയായിട്ട് നടന്നു, ഒരു കുഴപ്പമില്ലാതെ അപ്പച്ചൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടന്നു പോയി. അവസാനം ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് 2023 ഓൺലൈൻ ഉടമ്പടി എടുത്ത് വിത്തിൻ 1 മന്തിൽ എനിക്ക് മാതാവും തിരുകുമാരനും ആ വീട് ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ച വിലയ്ക്ക് തന്നെ വിൽക്കാനും പറ്റി. അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ഒരു തടസ്സവും കൂടാതെ ഞങ്ങൾ UK-യിലാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നടക്കാനും അതിൻ്റെ പൈസ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്നു. രണ്ടാമതായി എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള മെയിൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പുറത്തൊരു പെട്ടെന്നൊരു മുഴ പോലെ പ്രത്യക്ഷപ്പെട്ടു. ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു മുഴ ബയോപ്സിക്ക് പോയി വരുമ്പോൾ അത് 90% പോസിറ്റീവായിരിക്കും. ഞാൻ വളരെയധികം വിഷമിച്ചു ആ മുഴ കണ്ടപ്പോൾ. ഒരുപാട് ദുഃഖത്തിൽ നിന്ന് ഞങ്ങൾ UK-യിലെത്തി. 1 വർഷം ആവണതിന് മുമ്പ് തന്നെ ഒരു മുഴ കണ്ടപ്പോൾ വളരെ വിഷമിച്ചു. എൻ്റെ കയ്യിൽ പച്ചത്തിരി, അന്ന് ഞങ്ങൾ വീട് മാറിയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവളില്ല, അപ്പോൾ എനിക്ക് തിരികളൊന്നുമില്ല. ഞാൻ നോർമലി ഒരു മെഴുകുതിരി കത്തിച്ച് രാവിലെ എന്നും 5:30 ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ GP-യിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. UK-യിൽ ഒരു GP അപ്പോയിൻമെൻറ്റ്, ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചെന്നിട്ടേ ഉള്ളൂ, ഞങ്ങൾക്കറിയില്ല അവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ GP-യിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അവിടുത്തെ ഡോക്ടർ അന്ന് കണ്ടിട്ട് പറഞ്ഞു, ഓക്കെ ഇതൊരു സ്കാൻ ചെയ്യണം. അങ്ങനെ ഞങ്ങൾക്ക് സ്കാനിങ്ങിന് ഡേറ്റ് കിട്ടി. 1 മന്തിൽ സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ഇതൊരു ലിപ്പോമിയാണ്, പേടിക്കാനില്ല, പക്ഷെ നിങ്ങളത് എടുത്ത് കളയണം. അതവിടെ ഇരിക്കുന്നത് അത്ര നല്ലതല്ല, കാരണം സ്പൈനൽ കോഡിനോട് ചേർന്നാണ്. അപ്പം ഞങ്ങൾക്കത് അതിലേറെ ടെൻഷനായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വന്ന മെയ് മാസത്തിൽ ഹസ്ബൻഡ് ഇവിടെ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നാട്ടിൽ സ്കാൻ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് UK-യിലേക്ക് വന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവരവിടുന്ന് ഒരു ഡേറ്റ് തരുവാണ്. ഓക്കെ നിങ്ങൾക്ക് അവിടുത്തെ GP എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പോലെയുള്ളൂ, അവിടെ വന്ന് നിങ്ങൾക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വളരെ പേടിയായിരുന്നു. സ്പൈനൽ കോഡിനോട് ചേർന്നുള്ള ഇത്രയും വലിയൊരു മുഴയുടെ ഭാഗം എത്രത്തോളം ഡീപ്പാണെന്നോ, ഒരു സ്കാനിങ് കഴിഞ്ഞ് ഏകദേശം ഒരു 5 മാസമായിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ഡെവലപ്പായിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ ആ ഫിസിഷ്യനോട് ഞാൻ സംസാരിച്ചു. ആൾ പറഞ്ഞു, ഇല്ല നമുക്ക് വേറൊന്നുമില്ല, ഇത് സിമ്പിളാണ്, ഒരു ജനറൽ അനസ്തേഷ്യ ചെയ്ത അവിടെ ആ ഏരിയയിൽ മാത്രം ഒന്ന് തരിച്ചിട്ട് ചെയ്യാവുന്ന കേസുള്ളൂ എന്ന്. ഒരുപാട് പ്രാർത്ഥിച്ച് ഞാൻ അപ്പോൾ ഹസ്ബൻഡ് എടുത്ത ഉടമ്പടി ലോക്കറ്റും ഉപ്പും എല്ലാം ഇട്ട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. ഞങ്ങളങ്ങനെ ലീവ് എടുത്തു. ഞങ്ങൾ ആ ക്ലിനിക്കിലെത്തി. ഒരുപാട് സങ്കടത്തോടെ ഞങ്ങൾ ആ ക്ലിനിക്കിലെത്തുന്നത്, കാരണം അവിടെ ഒരു സർജറി ചെയ്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയാൽ പിന്നെ എയർ ആംബുലൻസിൽ ഷിഫ്റ്റിംഗ് എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സങ്കടത്തോടെ ഞാനും ഹസ്ബൻഡും എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ ഏർലി മോർണിംഗ് അവിടെ എത്തി. തലേദിവസം തൊട്ട് ഫാസ്റ്റിംഗ് ആയിരുന്നു. രാവിലെ തിയേറ്റർ ഡ്രസ്സെല്ലാം ഇട്ടു, ആളെ മൈനർ OT-യിലോട്ട് കയറ്റി. ഞാൻ അപ്പോഴും എൻ്റെ കയ്യിൽ കാശ് രൂപം പിടിച്ച് അവിടെ ഞാൻ ഉപ്പിട്ടു, കാശ് രൂപം പിടിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞങ്ങൾ. കാരണം എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എല്ലാവരും എന്നെയും കുറ്റപ്പെടുത്തും. കാരണം നാട്ടിൽ വന്ന് ചെയ്യാമായിരുന്നു, കൊച്ചൻ്റെ പഠിത്തം എല്ലാം ആയിട്ട് എനിക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത്. അങ്ങനെ തിയേറ്ററിലോട്ട് കയറി. അരമണിക്കൂർ കഴിഞ്ഞില്ല, സർജൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോറി ഞങ്ങൾക്ക് ഈ സർജറി ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വിചാരിച്ചതിനേലും വളരെ വലിപ്പം കൂടുതലാണ് ഈ മുഴ എന്ന്. നോർമലി എനിക്ക് അവിടെ സന്തോഷമാണ് തോന്നിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നുള്ള എൻ്റെ ഏറ്റവും വലിയ സാക്ഷിയായിരുന്നു അത്.
കാരണം അത്രയും വലിയൊരു ക്ലിനിക്കിൽ നിന്നും എന്തെങ്കിലും സംഭവിച്ചാൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും, ഇവിടുത്തെ പോലെ അത്ര പെട്ടെന്ന് ആരും ഓടിയെത്തി ഒന്നും ചെയ്യില്ല, എല്ലാം പ്രൊസീജിയർ വൈസേ ഉള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അമ്മയ്ക്ക് ആദ്യം നന്ദി പറഞ്ഞു. പരിശുദ്ധ അമ്മേ നന്ദി, നീ എനിക്ക് എന്തായാലും ഇതിൽ നിന്നും എന്നെ ഒഴിവാക്കി തന്നല്ലോ. പക്ഷെ അത് അവരുടെ ഫോൾട്ടായതുകൊണ്ട് അവരെനിക്ക് വിത്തിൻ 2 വീക്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഹോസ്പിറ്റലിലേക്ക്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റിന് ഡേറ്റ് തന്നു ഹസ്ബൻഡിന്. പക്ഷെ അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാണാമെന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. ഞാൻ അപ്പോഴും ഈ ഉടമ്പടി ലോക്കറ്റ് ഞാൻ എന്നും മാതാവിൻ്റെ തൈലം പുറത്ത് പുരട്ടി ഹസ്ബൻഡ് പുറത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അത് വെച്ച് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു മലയാളി ഡോക്ടറായിരുന്നു. ഡോക്ടർ ഞങ്ങളോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇതത്ര പ്രോബ്ലം ഉള്ളതൊന്നല്ല, അപ്പം നമുക്കിത് ലിസ്റ്റിലിടാം, ചിലപ്പോൾ 2-3 വർഷം എടുക്കും ഇതൊന്ന് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിഷമായി. കാരണം 3 വർഷം കഴിഞ്ഞ് അത് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ എല്ലാവരും വീണ്ടും എന്നെയും കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ വീണ്ടും തീരുമാനിച്ചു, ശരി എന്നാൽ അടുത്ത വെക്കേഷൻ നാട്ടിൽ വരാം, ചെയ്യാമെന്ന്. അങ്ങനെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീണ്ടും ഒരു ഇത് വരാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഹസ്ബൻഡിന് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെനിക്ക് 3 വർഷം എന്ന് പറഞ്ഞ സർജറി 1 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രൊസീജിയറുകളെല്ലാം കഴിഞ്ഞ് പ്രൈവറ്റായിട്ട് എനിക്ക് എൻ്റെ സർജറി ചെയ്യാൻ മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ അതും ഞങ്ങൾക്ക് പേടിയായിരുന്നു. UK എങ്ങനെയാണ് ഒരു സർജറി കഴിഞ്ഞാലെന്ന് അറിയില്ല, 1 ഡേ പ്രൊസീജിയറാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എന്താണെന്നറിയില്ല, ജനറൽ ആനസ്തേഷ്യയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിനോട് വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ ലോക്കറ്റ് എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്, ഉടമ്പടി തൈലം ഉപ്പും കൊണ്ട് ഞങ്ങൾ എപ്പോഴും നടക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സഞ്ചാരി മാതാവ് സമയത്ത് ചുരുക്കത്തിൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ഒരു എന്താ പറയുക, തിയേറ്ററിലോട്ട് ഒരു ചേച്ചീനെ, ആ ചേച്ചി എന്നാൽ തിയേറ്റർ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത ആളാണ്, ഓഫാണ് ചേച്ചിക്ക്. പക്ഷെ 2 ദിവസം മുമ്പ് ചേച്ചി എന്നോട് പറയാണ്, എടി ഞാൻ വരുന്നുണ്ട്, ഞാൻ അന്ന് കേസിലുണ്ടാകും, നീ വിഷമിക്കേണ്ട. എനിക്കറിയാതെ ആ ചേച്ചിയല്ല, അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ്. അമ്മ വന്നതാണ് ഞങ്ങളുടെ സങ്കടത്തിന്. അമ്മ ചേച്ചിയുടെ രൂപത്തിൽ അവിടെ വന്നു എന്ന് മാത്രം. സർജറി കയറി ആദ്യത്തെ അനസ്തേഷ്യ കൊടുത്തു. പക്ഷേ അത് വളരെ ഡീപ്പായിരുന്നു, ഫുൾ ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. വീണ്ടും പറഞ്ഞ സമയം കഴിഞ്ഞു, വീണ്ടും അവർ അനസ്തേഷ്യ കൊടുത്തു. എന്നിട്ട് വീണ്ടും അവരത് സർജറി ചെയ്തു. ഒരു 2-3 അവർ കഴിഞ്ഞപ്പോൾ ആളെ റൂമിലോട്ട് കൊണ്ടുവന്നു. ഏകദേശം കോൺഷ്യസ് ആയിട്ടാണ് ആ ചേച്ചി തന്നെ പോയത്. അപ്പോൾ എനിക്കറിയാം അമ്മയാണ് അവിടെ ഇടപെട്ടത്. അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം 8 മണിയായപ്പോഴേക്കും ആൾക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങളെ വീട്ടിലോട്ട് വിട്ടു. അത് കഴിഞ്ഞ് 1 മന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. ബയോപ്സി നെഗറ്റീവായിരുന്നു, യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും അവിടെ നടത്തിയ വലിയൊരു ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു വിഷമത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റിയതായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡിന് യാതൊരു കുഴപ്പമില്ല. അതുപോലെ പിന്നെ ഞങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ ലൈസൻസ് ആയിരുന്നു. പിന്നെ UK ലൈസൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. UK തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. അതിൽ തിയറിയിൽ തന്നെ 2 മോഡ്യൂൾ എഴുതണം. അതിലൊരു മോഡ്യൂള് ആൾക്ക് എപ്പോഴും 1 മാർക്കിന് പോകുമായിരുന്നു. അതുപോലെ അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര വിഷമമായി. ഏറ്റവും ഈസി ഉള്ളതാണ് ആൾക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിതുപോലെ തന്നെ അത് വെച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഇടപെടലിലും ലോക്കറ്റും ഉപ്പും ഇത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാമിന് കയറിയപ്പോൾ ഹോളിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് ഞങ്ങൾ എക്സാം പാസ്സായി. പ്രാക്ടിക്കൽ 1 ദിവസം കൊണ്ട് തന്നെ പാസ്സായി. കാരണം ഞങ്ങൾ സ്റ്റിയറിംഗുമ്മ മാതാവിൻ്റെ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ്. വേറൊരു ഇംഗ്ലീഷ് എക്സാമിനറാണ്, എന്നിരുന്നാൽ പോലും ഒരു കുഴപ്പമില്ലാതെ ആളൊരു 15 മിനിറ്റ് അന്ന് ഡ്രൈവ് ചെയ്യിപ്പിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ആൾ പറഞ്ഞു ഓക്കെ നീ ഫിറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ലൈസൻസ് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ ഓസ്കി എക്സാം ഞങ്ങൾക്ക് UK ചെന്നിട്ടാണ് ഓസ്കി എക്സാം എഴുതേണ്ടത്. ഞാൻ ആ എക്സാം എഴുതിയപ്പോഴതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്, വളരെ ചിലവ് ഇതാണ്, അപ്പം ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോയിട്ടൊക്കെ എഴുതണം. അപ്പം മാതാവ് എനിക്ക് ഇതുപോലെ കാശ് രൂപവും ഉപ്പും തൈലം എല്ലാം വെച്ചിട്ടാണ് ഞാൻ പോയത്. മാതാവ് എനിക്ക് എൻ്റെ ഓസ്കി എക്സാമും വളരെ ഭംഗിയായിട്ട് പാസ്സാക്കി തന്നു. അങ്ങനെ എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും നിൽക്കുമ്പോൾ എനിക്ക് 2 പ്രാവശ്യമായിട്ട് സിവിയർ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവുകയും അവിടെ CT സ്കാൻ MRI സ്കാനൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ഇവിടെ വന്ന് കാണാൻ, ഞാൻ ഈ നാട്ടിലുണ്ടായിട്ടും ഇവിടെ വരാണ്ട് പോയ ആളാണ്, ഇവിടെ വന്ന് കാണാനാണ് മാതാവ് ആഗ്രഹിക്കുന്നത്. അതാണ് എനിക്ക് എൻ്റെ CT സ്കാൻ നോർമൽ, എല്ലാം നോർമൽ. പക്ഷേ എനിക്ക് എന്താ പറയുക, എപ്പോഴും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഓക്കെ നമുക്ക് നാട്ടിലേക്ക് എന്തായാലും കയറി പോവാം. അങ്ങനെ 2024 മാർച്ച് 24-ാം തീയതി ഞാനും ഹസ്ബൻഡും മകളും കൂടി UK 15 ദിവസത്തെ ലീവിന് ഇവിടെ വന്നു. നേരെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ അച്ഛൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അച്ഛൻ്റെ ടോക്ക് എപ്പോഴും കേൾക്കുമ്പോൾ അച്ഛൻ പറയും, നിങ്ങൾ എന്നെ കാണാനല്ല വരേണ്ടത്, മാതാവിനെ കാണാനാണ് വരേണ്ടത്, ഞാനൊരു നിമിത്തം മാത്രമാണെന്ന്. അപ്പം ഞാൻ ഓർത്തു, അന്ന് ഒരു ഓശാന ഞായറാണ്, എനിക്കറിയാം ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് 2024 ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനെ കാണണമെന്ന്, പക്ഷെ അച്ഛനെ കാണാൻ പറ്റിയില്ല. ഞാനിവിടെ വന്നു.
ഓൺലൈൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഞാൻ അന്ന് ഇവിടെ ഓശാന ഞായറാഴ്ചത്തെ കുർബാന കണ്ടു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഞാനും ഹസ്ബൻഡും മകളും കൂടി വന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഉടമ്പടി ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയി. ഇവിടുന്ന് പോയി ഒരു 15 ദിവസം കഴിഞ്ഞ് 12 ദിവസം ലീവ് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തിയത്. UK ഞങ്ങൾ തിരിച്ചെത്തിയത്. UK എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പത്രം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ ഓൺലൈൻ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് പത്രം കിട്ടിയത്. ആ പത്രം കൊണ്ട് ഞങ്ങൾ പോയെങ്കിലും എൻ്റെ അനാസ്ഥ കൊണ്ടോ എന്തോ എനിക്കത് പൂർണ്ണമായിട്ടും ഞാനത് വന്നു എടുത്തുല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെ എനിക്ക് ആ മാസം സൺഡേസ് എനിക്ക് പള്ളിയിൽ പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല, ഡ്യൂട്ടി ആയിട്ട് എനിക്കത് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഏപ്രിൽ മാസം അങ്ങ് കടന്നുപോയി. മെയ് മാസത്തിൽ ഞാൻ കുറച്ച് പാത്രമായി എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വിഷമായി തുടങ്ങി. കാരണം ഞാൻ ക്ലാസ് കേൾക്കുമ്പോൾ അച്ഛൻ എപ്പോഴും പറയും നിങ്ങൾ ലാഗാക്കരുതെന്ന്. ഞാനങ്ങനെ ജൂൺ മാസത്തിൽ വളരെ ഇതോടുകൂടി ഞാനൊരു ദിവസം സൺഡേ ഞാൻ പോയിട്ട് അവിടെ ഞങ്ങളുടെ UK പള്ളിയിൽ മലയാളി പള്ളിയിൽ വരുന്ന ചേച്ചിമാരെല്ലാവരും ഏകദേശം 20-22 വർഷം അവിടെ എത്തിയവരാണ്. ഞങ്ങളങ്ങനെ സംസാരിക്കാറ് വരെ വളരെ കുറവാണ്. പക്ഷേ ഞാൻ അവിടുത്തെ ചേച്ചിമാർക്കൊക്കെ എൻ്റെ ഉണ്ടായ എല്ലാ അനുഭവങ്ങളും പറഞ്ഞ് മാതാവിനെയും തിരുക്കുമാരൻ്റെയും എല്ലാ ഇതും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞ് വിശുദ്ധ തൈലവും ഉപ്പും എൻ്റെ ഉടമ്പടി ലോക്കറ്റിനെ കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാവർക്കും ഈ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പത്രം കൊടുത്ത് ജൂൺ മാസം കഴിഞ്ഞു. ജൂലൈയിൽ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം, എൻ്റെ മോളുണ്ടായിട്ട് അവൾക്ക് 14 വയസ്സായി. അന്ന് മുതൽ മെഡിക്കലി ഞാനും ഹസ്ബൻഡും ഫിറ്റായിരുന്നിട്ടും എല്ലാ തരത്തിലുള്ള സ്കാനിങ്ങുകളും ഞങ്ങൾ ചെയ്തിട്ടും ഇന്നത്തെ അറിയപ്പെടുന്ന കേരളത്തിലെ 3-4 ഗൈനിക് മെയിൻ ഡോക്ടേഴ്സിനെ കണ്ടിട്ടും ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അവസാനം ഞങ്ങളത് മനസ്സിൽ നിന്ന് ഞങ്ങൾ വിട്ടു. എന്നിരുന്നാലും ഞങ്ങൾ ഉടമ്പടിയിൽ ഞാൻ വെറുതെ ഒന്ന് എഴുതി വെച്ചിരുന്നു എനിക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന്. കാരണം ഇവൾക്കൊരു കൂട്ട് അങ്ങനെ വേണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനായി ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിച്ചില്ല. പക്ഷേ അമ്മ അവിടെയും അത് ഇടപെട്ടു. ഞാൻ ഈ പത്രം കൊടുത്ത് തീർന്ന അതിൻ്റെ പിറ്റേ മാസം ഞാൻ കൺസീവായി. പക്ഷേ എനിക്ക് എൻ്റെ ഏജ് വെച്ചിട്ടും എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ ഇത് വെച്ചിട്ടും വളരെ കോംപ്ലിക്കേഷൻ ആയിരിക്കുമെന്നും ഇതെങ്ങനെ മുമ്പോട്ട് പോകുമെന്നും ഒരു ഉറപ്പില്ലാതെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ UK കാണൽ എളുപ്പമല്ലെങ്കിലും അവിടെ പോയി ഞാൻ കണ്ടു. ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ സ്കാൻ ചെയ്യാം. ഞങ്ങൾ വളരെ പേടിച്ചു. ഞാൻ അപ്പോഴും ഈ ഉടമ്പടി ലോക്കറ്റ് ഉപ്പും എല്ലാം കൊണ്ട് സ്കാനിങ് ഹോളിൽ കയറി സ്കാൻ ചെയ്യാൻ ഡോക്ടർ ഒരു ആഫ്രിക്കൻ ഡോക്ടറാണ് ഇരിക്കുന്നത്. ആൾ ഡോക്ടർ ചെയ്യാനിരിക്കുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡും ഡോക്ടറെ നോക്കുന്നേയില്ല. ഞങ്ങൾ രണ്ടുപേരും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങൾ ഉയർത്താൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ച് അമ്മ തന്ന ഈ ലോക്കറ്റും ഉടമ്പടി ഉപ്പും കയ്യിൽ പിടിച്ച് കണ്ണടച്ച് ഞാൻ ആ മേശയിൽ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ഡോക്ടർ ചോദിക്കുന്നത് നീ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു ഇല്ല അത് ഞങ്ങളുടെ പ്രയറാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് വെച്ചിട്ട് ആൾ പറഞ്ഞു പ്രസൻറ്റിൽ ഇപ്പം നിനക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല, ഓക്കെ നമുക്ക് 5 months സ്കാനിങ് ആണ്, നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് സമാധാനമായി ഞാനും ഹസ്ബൻഡ് അവിടെ നിന്ന് ഇറങ്ങി. ഈ ഉടമ്പടി ലോക്കറ്റ് അന്ന് മുതൽ ഞാൻ എന്ന് രാത്രി കിടക്കുമ്പോഴും ഈ ലോക്കറ്റ് ഞാനൊരു കൊന്തയിലിട്ടിട്ട് ഞാൻ എൻ്റെ ഉദരത്തിൽ വെച്ചിട്ടാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഞാൻ മകൾക്കും ഹസ്ബൻഡും ഞാൻ തൈലം പൂശി കൊടുക്കും. അതുപോലെ എനിക്ക് എന്തെങ്കിലും വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഞാൻ അപ്പോൾ ഉപ്പിട്ടിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ 5 മാസം എത്തി. 5 മാസത്തിൻ്റെ അനോമലി സ്കാൻ ചെയ്യാൻ വളരെയധികം വിഷമിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്നു അനോമലി സ്കാനിങ്ങിന് കയറി. അതുപോലെ ഞങ്ങൾ സങ്കടപ്പെട്ടു, ഉപ്പിട്ടു. ഞാൻ ആ മേശയ്ക്ക് ചുറ്റും ദൈവമേ ആ ഡോക്ടറിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് എന്താണെങ്കിലും ഞങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് വേണം. പിന്നെ 13 വർഷം കഴിഞ്ഞിട്ട് അമ്മയും തിരുക്കുമാരനും ഇടപെട്ട് തന്ന കേസായതുകൊണ്ട് അമ്മ തന്നെ ഇതിനകത്ത് ഇടപെടണം. ആ സ്കാനിങ്ങിൻ്റെ ആരിരുന്നാലും എനിക്ക് കുഴപ്പമില്ല, അമ്മ തന്നെ ആയിരിക്കണം എനിക്ക് സ്കാനിങ്ങിൻ്റെ മറുപടി തരേണ്ടത്. അപ്പോൾ രണ്ടാമത് സ്കാനിങ്ങിന് കയറി കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ ഞാൻ ആ ലോക്കറ്റ് പിടിച്ച് കണ്ണടച്ച് മുറുക്കി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് സ്കാനിങ് കഴിഞ്ഞു, കുഴപ്പമില്ല, നിൻ്റെ അനോമലിയിൽ തന്നെ പ്രോബ്ലംസ് ഒന്നുമില്ല, നിനക്ക് കുഴപ്പമില്ലാത്തൊരു ആൺകുഞ്ഞാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് ഏത് കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പ്രോബ്ലംസ് ഇല്ലാത്തൊരു കുട്ടിയായിട്ട് വേണം. അപ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് രാവിലെ ചെല്ലുമ്പോൾ 5:30 എണീറ്റ് ഞങ്ങൾ ചെല്ലും. UK സമയത്തിൽ ഞങ്ങൾ ചെല്ലാം. അവിടെ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഇനി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷനായി ഒരു കുഞ്ഞിനെ ഇനി ഒരു സങ്കടത്തിലേക്ക് ഞങ്ങൾക്ക് തരരുതെന്ന്. പക്ഷേ മാതാവ് ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ 2024 നവംബർ 15-ാം തീയതി എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹാർട്ട് റേറ്റ്, അത് മെഡിക്കൽ ഫീൽഡിൽ SVT എന്ന് പറയും, എൻ്റെ ഹാർട്ട് റേറ്റ് വളരെയധികം കൂടി.
എന്ത് സംഭവിച്ചെന്നറിയില്ല. പെട്ടെന്ന് വളരെയധികം അത് കൂടിയിട്ട് 180 190 ആയി. ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. മകൾ സ്കൂളിൽ പോയേക്കാണ്, ഹസ്ബൻഡ് പുറത്ത് പോയേക്കുക. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഹസ്ബൻഡ് വന്നു. വിത്തിൻ സെക്കൻഡിൽ ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിലെത്തി. പക്ഷേ അവിടുത്തെ A&Eയിലേക്ക് ഞാൻ കടന്നതും സഡനായിട്ട് ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി. എനിക്കറിയില്ല എന്താ, ഞാനപ്പോൾ 5 മാസം പ്രഗ്നൻ്റ് ആണ്. എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ആകെ ഒരു ഫയലേ ഉള്ളൂ. പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഫുൾ ECG ലീഡ് എല്ലാം വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഞാൻ ഈ ഹാർട്ട് റേറ്റ് ഇടിച്ചിട്ട് ഞാൻ പോകുമ്പോഴും എൻ്റെ കയ്യിൽ കൃപാസനത്തിലെ ഉടമ്പടി ഉപ്പും തൈലവും, കാരണം എൻ്റെ മെഡിക്കൽ ഫയലിൽ ഞാനത് എപ്പോഴും വെക്കാറുണ്ട്. ലോക്കറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, കൊന്തയും. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ അൺകോൺഷ്യസ് ആയ വഴി ഞാൻ അതെല്ലാം കൂടി എൻ്റെ ഫയലിലേക്ക് ഇട്ടു. കാരണം അത് മിസ്സായി പോവല്ലോ എന്ന് പറഞ്ഞാൽ ഫയലിലേക്ക് ഇട്ടു. അത് വെച്ചിട്ട് എനിക്ക് ഓർമ്മ, എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഇട്ടിട്ട് വരുമ്പോൾ എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞാൻ അവരെല്ലാവരും കൂടി എടുത്തിട്ട് അവിടെ, പിന്നെ എൻ്റെ ഓർമ്മ വരുമ്പോൾ ഞാൻ ICUലാണ്. എൻ്റെ എല്ലാ മെഡിക്കൽ ഇതും വെച്ചിട്ട് എന്നെ ICUയിൽ കിടത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹാർട്ട് റേറ്റിന് ഒട്ടും കുറവില്ല. 190 ആണ്. 180 190 ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. കരോട്ടിഡ് മസാജ് ചെയ്തു അവർ, കാരണം പ്രഗ്നൻസി ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിലൊട്ടും കുറയുന്നില്ല. അവസാനം എല്ലാ ഡോക്ടേഴ്സും വന്നു. ICUയിൽ ചുറ്റും ഡോക്ടേഴ്സ് ഉണ്ട്. രണ്ടാമത് അവർ എൻ്റെ അടുത്ത് ഒരു സിറിഞ്ചിൽ ഊതാൻ പറഞ്ഞു. അതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്തോ കാർഡിയാക്ക് ഉണ്ട്, അത് ചെയ്തു. പക്ഷേ എനിക്കതെല്ലാം കുറയുന്നില്ല. അവസാനം അവർ വളരെ സങ്കടത്തോടെ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയാം 14 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ നീ ഒരു പ്രഗ്നൻ്റ് ആണ്, പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുട്ടിയുടെ ലൈഫ് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നീ കൺസെൻറ്റ് ഒപ്പിടണം. ഇനി നിനക്ക് ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നിൻ്റെ ഹാർട്ട് റേറ്റ് കുറയുന്നപ്പം കുട്ടിയുടെ ഹാർട്ട് റേറ്റും കുറയും. അവർ മിഡ് വൈഫിനെ ഇൻഫോം ചെയ്തു. അവിടെ മിഡ് വൈഫാണ് വന്ന് കാര്യങ്ങൾ ചെയ്യുക. മിഡ് വൈഫിനെ ഇൻഫോം ചെയ്തു. മിഡ് വൈഫ് വന്നു. എൻ്റെ ചുറ്റും 5-6 ഡോക്ടേഴ്സ്, 4-5 മെഡിക്കൽ സ്റ്റുഡൻസ്, മിഡ് വൈഫ്, ഞാൻ ICU ബെഡിലെല്ലാം ഇതിലൊന്നും ഞാൻ കിടക്കുന്നുണ്ട്. അപ്പോഴും എൻ്റെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ലോക്കറ്റ് വേണം. ഞാൻ എൻ്റെ ലോക്കറ്റ് എടുത്ത് ഞാൻ എൻ്റെ വയറിനോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ 14 കൊല്ലം കഴിഞ്ഞ് തന്നെങ്കിൽ ഇന്ന് അമ്മ എടുക്കാനാണ് അമ്മയുടെ ആഗ്രഹമെങ്കിൽ അത് സഹിക്കാനുള്ള ശക്തി എനിക്ക് എൻ്റെ കുടുംബത്തിന് തരണം. കാരണം എൻ്റെ ഫാമിലിയിൽ എല്ലാവരോടും പറഞ്ഞു പ്രഗ്നൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല എന്ന്. പിന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അല്ല, അമ്മ തന്നതാണെങ്കിൽ ഞാൻ ഹസ്ബൻഡ് ഉറച്ചു വിശ്വസിച്ചു. ഞങ്ങളവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ നീ ഈ ഒരു ഹാർട്ട് ബീറ്റ് ഒരു പ്രഗ്നൻസിയിൽ നമുക്കറിയില്ല അതെങ്ങനെ വരുന്നു എന്നും അവിടെ ഒന്നും നമുക്കറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 5 മാസം വരെ ഈ ഹാർട്ട് ബീറ്റ് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴിവ് കൊണ്ടോ ഇന്നത്തെ ഒരു മെഡിക്കൽ ശാസ്ത്രത്തിലോ അല്ല ഉണ്ടായത്. അമ്മയും അമ്മയുടെ തിരുക്കുമാരൻ ഇടപെട്ടതാണ്. ആ അമ്മയ്ക്ക് എൻ്റെ ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നൊപ്പം എൻ്റെ മകൻ്റെ ഹാർട്ട് റേറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എനിക്കവർ ഇഞ്ചക്ഷൻ എടുത്തു. ഞാൻ പക്ഷേ അതിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ തോന്നിയില്ല. എൻ്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, എൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മിഡ് വൈഫ് വന്നു. മിഡ് വൈഫ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കണ്ട, അങ്ങനെയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം. പക്ഷേ അത് ഇംഗ്ലീഷ് നാടാണ്, അവർക്ക് അങ്ങനെ നമ്മുടെ ഇങ്ങനത്തെ വിശ്വാസങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ലോക്കറ്റ് കണ്ടപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്തുവാന്ന്. ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു മാതാവാണ്, ഇങ്ങനെയാണ്. പക്ഷേ എനിക്കൊന്നും പറയാൻ, എൻ്റെ ഹാർട്ട് അത്ര ഫാസ്റ്റിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചേച്ചി അവിടെയുണ്ട്, അവരെല്ലാവരും വന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പതുക്കെ എൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു. പക്ഷേ കുട്ടിയുടെ ഹാർട്ട് റേറ്റ് കുറയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവരെന്നെ അവിടെ അഡ്മിഷനിൽ തന്നെ കിടത്തി. ഞാൻ ഏകദേശം ഒരു രാത്രി 12:30 വരെ, ഇത് സംഭവിക്കുന്നത് ഒരു ഉച്ചയ്ക്ക് ഒരു 2:30 2:30 തൊട്ട് ഒരു 5:30 വരെ ഏകദേശം ഒരു ഹാർട്ട് റേറ്റിൽ തന്നെ പോയി. രാത്രി ഒരു 9:30 കൂടി എൻ്റെ ഹാർട്ട് റേറ്റ് വളരെ വളരെ കുറഞ്ഞു വന്നു. മിഡ് വൈഫ് കണ്ടിന്യൂസ് ആയി നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന. അപ്പം എൻ്റെ കയ്യിൽ ബുക്കില്ല, ഞാൻ മൊബൈലിൽ ഗൂഗിളിൽ അപ്പം തന്നെ ഞാൻ എടുത്തു. ഞാനത് ICU ബെഡിൽ കിടന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ ആര് പറയുന്നതും കേൾക്കുന്നില്ല, ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു, മാതാവേ നീ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തരണം. ഇനി എല്ലാവരോടും പറഞ്ഞത് മാറ്റി പറയാനോട് ഇട വരുത്തിയത് അമ്മയെന്ന് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ കഴിഞ്ഞു. എന്നെ 12:30 ആയപ്പോഴേക്കും എൻ്റെ അടുത്ത് മിഡ് വൈഫ് വന്നിട്ട് പറഞ്ഞു, സ്റ്റിൽ നിൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ഒരു ഹാർട്ട് റേറ്റിൽ പോലും ഒരു കുറവ് കാണിച്ചിട്ടില്ല, അന്നുള്ള പോലെ തന്നെ ഇന്ന് ഇഞ്ചക്ഷൻ കഴിഞ്ഞു, ഇത്രയും 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നീ ഓക്കെയാണ്, നിനക്കതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോവാം. പക്ഷേ നീ നാളെ, കാരണം അന്ന് എൻ്റെ മോള് മാത്രമേ ഉള്ളൂ, മോളെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ടാണ് പോയേക്കുന്നത്. ചേച്ചി വന്ന് കൊണ്ടുപോവുക ചെയ്തത്, കാരണം ഞാൻ ഹോസ്പിറ്റലായതുകൊണ്ട്. ഞാൻ വീട്ടിൽ വന്നു. രാവിലെ 7:30 ഞാൻ വീണ്ടും പോയി. എൻ്റെ അവിടെ ചെന്ന വഴി അവർ പറഞ്ഞു ECG എടുക്കണം വീണ്ടും, കാരണം ഹാർട്ട് റേറ്റ് ഇങ്ങനെ ആയതുകൊണ്ട്. വീണ്ടും എനിക്ക് പരീക്ഷണങ്ങളായി. ഞാൻ ഉടമ്പടി ഉപ്പും ലോക്കറ്റും കൊണ്ടാണ് പോകുന്നത്. ഞാൻ ECG എടുത്തു. ECGയിൽ നോർമലാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ വിചാരിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കാർഡിയാക്ക് അവർ ഫയൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാർഡിയാക്ക് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു CT സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. പ്ലെയിൻ CT ചെയ്താൽ പോരാ, CT കോൺട്രാസ്റ്റ് ചെയ്യണം. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ നീ ഇനിയും പരീക്ഷിക്കുകയാണ്. ഞാൻ അവിടെ ഒരു ഇത്തിരി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ ഡോക്ടർ എനിക്കത് വേണ്ട, എൻ്റെ അമ്മ എനിക്ക് തന്നിട്ട് ഈ ജീവൻ തന്നിട്ട്, ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട, CT കോൺട്രാസ്റ്റ് ചെയ്യണ്ട, മാതാവ് ഇടപെടും. അപ്പോഴത്തെ എൻ്റെ ECG നോർമലാണ്. അങ്ങനെ എനിക്ക് മാതാവ്
CT ചെയ്യാതെ അവിടെ ഡോക്ടർ എഴുതി വെച്ചു. പക്ഷേ എനിക്ക് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ 8 മാസം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റി. 9ാമത്തെ മാസം എനിക്ക് അവർ തന്നെ ലീവ് തന്നു. അത് കഴിഞ്ഞ് മാർച്ച് 31, 2025 എൻ്റെ മോനെ ഡെലിവറി സിസേറിയൻ ആയിരുന്നെങ്കിൽ പോലും ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇന്നലെ അവന് ഇവിടുന്ന് പത്രം കൊടുത്തിട്ട് 1 വർഷം 3 മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റായി 1 വർഷം കറക്റ്റ് ഇവിടുന്ന് ഉടമ്പടി എടുത്ത സമയത്ത് അവന് 9 മാസം പൂർത്തിയായി. ഞാൻ അവിടെ ഡെലിവറി ആയി. ഇന്നലെ അവന് 1 വയസ്സ് തികഞ്ഞു. ഇന്നിപ്പോൾ ഞങ്ങൾ UK നിന്ന് നേരെ ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ തിരുക്കുമാരനെ കാണിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുള്ളൂ എന്ന്. ഞങ്ങൾ ഇന്ന് വന്നു. രാവിലെ അവിടെ എത്തി. നേരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. മകനെ ഇവിടെ അമ്മേനെ കാണിച്ചിട്ട് ഉടമ്പടി പുതുക്കിയിട്ട് വേണം പോകാനെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു. അതുപോലെ ഇനി എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് അവിടെ UK ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ കാര്യങ്ങൾക്കൊന്നും പറ്റൊന്നുമില്ല. ഞങ്ങൾ പത്രം മാതാവിൻ്റെ കർത്താവിൻ്റെ യേശുവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. ഇന്ന് ഞാൻ പത്രം മേടിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രം, മലയാള പത്രം. ഞാൻ ഇനി പോയിട്ട് ഞാൻ എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് സാലറി കയറുമ്പോൾ നാട്ടിലൊരു ചേട്ടനുണ്ട്, ഞങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കും. ആൾ ഡയാലിസിസ്, കീമോതെറാപ്പി അങ്ങനെയൊക്കെ ചെയ്യുന്ന രോഗികളെ കണ്ടുപിടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അതുപോലെ ഓണം, ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ടെന്ന് അറിയാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ ആ ചേട്ടൻ അയച്ചു കൊടുക്കുമ്പോൾ ചേട്ടൻ പോയിട്ട് അതൊക്കെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആത്മീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കവിടെ പള്ളിയുള്ളത് കൊണ്ട് ഞങ്ങൾ കുമ്പസാരിക്കും. അവസരം കിട്ടുമ്പോഴൊക്കെ പോയി കുമ്പസാരിക്കും. ചിലപ്പോഴൊക്കെ 2 ആഴ്ചയിൽ കുമ്പസാരിക്കാൻ പറ്റും, ചിലപ്പോൾ മാസത്തിൽ ഞങ്ങൾ കുമ്പസാരിക്കും. അതുപോലെ ദിവ്യബലിക്ക് പോകാൻ പറ്റുമ്പോഴൊക്കെ ദിവ്യബലിക്ക് പോകും. അല്ലാത്തപ്പോൾ വീട്ടിൽ തന്നെ ഞങ്ങൾ ഓൺലൈനിലാണെങ്കിലും മൊബൈലിൽ കാണും, TV-ലായാലും ഞങ്ങൾ കുർബാന കാണും. പിന്നെ നമ്മൾക്ക് കുടുംബ പ്രാർത്ഥനകൾ ഞങ്ങൾ ചെല്ലും. 5-രുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ രാവിലെ ഞങ്ങളത് ഇടുകയും ഞാൻ എൻ്റെ ഫോണിൽ എപ്പോഴും ഞാൻ സ്റ്റാറ്റസ് ഇടും. അതുപോലെ ഡെയിലി ബ്രെഡ് ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും അത് കൂടും. രാവിലെ ഞങ്ങളത് വെച്ചിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ തുടങ്ങുക. അതുപോലെ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം ഫുൾ അന്ന് തന്നെ കൂടാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. അതിനപ്പുറത്ത് എൻ്റെ മകള് അവൾ പഠിക്കുന്ന സ്കൂളിൽ ക്രിസ്ത്യൻ സ്കൂളാണെങ്കിലും നമ്മുടെ പോലത്തുള്ള വിശ്വാസങ്ങളെല്ലാവർക്ക് എല്ലാം ഒരു മിറാക്കിൾ പോലെ സംഭവിക്കുന്നു ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവളുടെ ആറിയിൽ വെച്ച് നടന്നൊരു അവളാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഒരു ഇടവന്ന് ഞാൻ അവൾക്ക് കൊടുക്കും. എൻ്റെ പേര് ജുവൽ. അപ്പോൾ ഞാൻ പഠിക്കുന്ന ഒരു കാത്തലിക് സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ആറി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ റിലീജിയൻസിനൊക്കെ പറ്റി പഠിപ്പിക്കുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അന്ന് ആ ലെസൺ ഞങ്ങൾക്ക് മാതാവിനെ പറ്റിയായിരുന്നു. മാതാവും അതേപോലെ മാതാവിൻ്റെ ഓരോ പിൽഗ്രിമേജും അതൊക്കെയായിരുന്നു അന്നത്തെ ലെസൺ. അപ്പോൾ ടീച്ചേഴ്സ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് അറിയാവുന്ന പിൽഗ്രിമേജുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ പല സ്ഥലത്ത് എഴുതി. അപ്പോൾ എനിക്കറിയാവുന്ന ഒരെണ്ണമായിട്ട് ഞാൻ കൃപാസനം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കാരണം ബാക്കി കുട്ടികളുടെ എല്ലാം ടീച്ചറിന് ഒരുവിധം അറിയാവുന്നതായിരുന്നു, ഇത് മാത്രം ടീച്ചറിന് അറിയില്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇത് ഏതാണ് ഈ സ്ഥലം, ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇതിങ്ങനെ കേരളത്തിലാണ്, ഈ സ്ഥലം ആലപ്പുഴയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ഇതൊരു പിൽഗ്രിമേജായി മാറാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മാതാവ് അച്ഛന് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതും അതേപോലെ നെഞ്ചത്തൊരു ഘടികാരം വെച്ച് പ്രത്യക്ഷപ്പെട്ട അതും അതേപോലെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം ഇതേപോലെ സുനാമി ഉണ്ടായതും അതെല്ലാം ഞാൻ ടീച്ചറിന് നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ടീച്ചറിന് മാത്രമല്ല അവിടെ എല്ലാ കുട്ടികളും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തന്നെ പറഞ്ഞു ടീച്ചറിൻ്റെ അടുത്ത്, ഇങ്ങനെ എനിക്കും ഒരു അനുഭവമുണ്ട്, ഇത് ആക്ച്വലി നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവരുടെ കുട്ടികളെല്ലാവരും ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി 2024 ഉടമ്പടി എടുത്ത് ഒരു 3 മാസത്തിനുള്ളിൽ 14 ഇയേഴ്സിൻ്റെ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങനെ ആഗ്രഹിച്ചിരുന്നതായിരുന്നു, ഒരു ബ്രദർ ഓർ സിസ്റ്റർ, എനിക്കൊരു സിബ്ലിംഗ് ഉണ്ടാകാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതായിരുന്നു. എന്നിട്ട് എനിക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്നില്ല. ഞാൻ
പണ്ടൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു അതിനു വേണ്ടി. പിന്നെ അവസാനം ഒന്നും കിട്ടാതായപ്പോൾ പിന്നെ ഞാനും പ്രാർത്ഥനയിൽ ഒന്ന് ഉഴപ്പി, അതെല്ലാം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ സ്ഥലത്ത് വന്ന് ഉടമ്പടി എടുത്തു 3 മാസത്തിനുള്ളിൽ എൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു 7 മന്ത്സ് എങ്ങാണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ 3 മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആയി, ഇപ്പോൾ അമ്മ 7 മന്ത്സ് ആണ്. അതേപോലെ അപ്പോൾ അമ്മയുടെ സ്കാനിങ് കഴിഞ്ഞ് അവർ ജെൻഡറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ആഗ്രഹമുള്ള പോലത്തെ ഒരു ഉണ്ണീനെ തന്നെയാണ് അവർ തന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടീച്ചറൊക്കെ അത് ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. കുട്ടികൾ എത്രത്തോളം വിശ്വസിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും അത് നല്ല ശ്രദ്ധയോടെ കേൾക്കുകയും ഇതെല്ലാം ചെയ്തു. മാതാവിനെയും തിരുകുമാരനെയും മഹത്വപ്പെടുത്താൻ സാധിച്ചതിന് മാതാവിന് തിരുകുമാരന് 1000 നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും 1000 നന്ദി പറയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 20:24 പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കൂ എന്ന് പറയുന്ന പോലെ ഈ മക്കളുടെ അടുത്ത് വന്ന് ഈശോയും അമ്മയും അനുഗ്രഹിച്ച ഒരു വലിയ ഒരു ദൈവസാക്ഷ്യമാണ്. 13 വർഷം കഴിഞ്ഞ് അമ്മ തന്നെ ഒരു മറുപടി തരണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ മക്കൾ UK-യിൽ നിന്ന് ഇന്ന് രാവിലെ വന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലൈനിൽ നിന്ന് ഈ കുഞ്ഞുവിനെ ആയിട്ട് 1 വയസ്സ് പോലും തികയാത്ത കുഞ്ഞുമായിട്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വന്ന് ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാത്രമേ ഉടമ്പടി സാക്ഷ്യം പറയാൻ പറ്റുകയുള്ളൂ. അവർ പ്രതീക്ഷയോടെ ക്ഷമയോടെ കാത്തിരുന്ന് ഈശോ അമ്മയും കണിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ടാണ് വീട്ടിൽ പോലും പോകാതെ, കുഞ്ഞിനെ ആരും കണ്ടിട്ടില്ല, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് അമ്മയെ കാണിച്ച് അമ്മയോട് നന്ദി പറഞ്ഞിട്ടാണ് ഈ മക്കൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിൻ്റെയും ആവശ്യമില്ല. എല്ലാം നിറഞ്ഞതായിട്ട് ഈശോയും അമ്മയും കൂടെ നിന്ന് അടുത്ത് വന്ന് കൂടെ നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. നമ്മളുടെ ജീവിതത്തിലും ഉടമ്പടിയിലൂടെ അസാധ്യമായ കാര്യങ്ങൾ പരിഹാരം നൽകുമെന്ന് വിശ്വസിക്കാം. രോഗസൗഖ്യമാവാം, കുടുംബസമാധാനമാവാം, ജോലിക്കാര്യമാവാം, എന്തു തന്നെ ആയാലും പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം നമുക്കായി പ്രാർത്ഥിക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ നിലനിൽക്കാൻ കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ജൂലി ജിനേഷിനും കുടുംബത്തിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞങ്ങൾ വർഷങ്ങളായിട്ട് മുംബൈയിലാണ് താമസിച്ചിരുന്നത്. എൻ്റെ പേര് ജെയിംസൺ, എൻ്റെ വൈഫിൻ്റെ പേര് ജിൻസി. 4 വർഷമായിട്ട് ഞങ്ങൾ അകന്നു കഴിയുകയായിരുന്നു. 2022 മാർച്ച് മാസം 18-ാം തീയതിയാണ് എൻ്റെ വൈഫ് എൻ്റെ അടുത്തുനിന്ന് പോയത്. ഒരു സുഖമില്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ വളരെയധികം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ എൻ്റെ വൈഫിനെ തൊടണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന, ഈശോയെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ജിൻസിയെ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അങ്ങനെ പല പ്രാവശ്യം ഞാൻ ആ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരു അനുഭവമുണ്ടായി, ജിൻസി ഈശോയുടെ തിരുരക്തത്തിൽ മുക്കപ്പെടുന്നതായിട്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ശക്തമായൊരു ബോധ്യമുണ്ടായി, അടുത്ത ദിവസം എന്നെ വിളിക്കും. അതുപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ 5:45 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ ഡീപ്ലി റിഗ്രറ്റ്, ഐ ആം സോറി എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷേ ഒരു ദിവസത്തിന് ശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഈശോനോട് ചോദിച്ചു, ഈശോ എന്താണ്, അങ്ങ് പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, വീണ്ടും എന്താണ് ജിൻസി തിരിച്ചു പോയത്? അപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി. ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതമായിരുന്നു അത്. അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്നുള്ള അതേ വേർഡാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഉടമ്പടിയെ പറ്റിയോ ഉടമ്പടിയുടെ ഒരു മെയിൻ വാക്യമാണ് അതെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഉടമ്പടിയിലേക്കാണ് പരിശുദ്ധ അമ്മ എന്നെ വിളിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ഇത്രയും മനസ്സിലായുള്ളൂ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു. പള്ളിയിലെ കുർബാനയ്ക്ക് മുമ്പ് കൊന്തയുണ്ടായിരുന്നു. അപ്പോൾ കൊന്തയിൽ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയുമായി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ, മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥനയുമായി മുമ്പോട്ട് പോകുമ്പോൾ, ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന ആ നവി മുംബൈയിൽ അവിടെ ഞങ്ങൾ സീറോ മലബാർ റീത്തിൽപ്പെട്ടവരാണ്. ഞങ്ങളുടെ പള്ളിയിൽ ചൊവ്വാഴ്ചകളിൽ കുർബാനയില്ല. അതുകൊണ്ട് ചൊവ്വാഴ്ച ഞാൻ വൈകുന്നേരം നടക്കാനായിട്ട് ഇറങ്ങി.
ഇപ്പം ഞാൻ ബസ്സിലാണ് പള്ളിയിൽ പോകുന്നത്. ബസ് വന്നു, അപ്പോൾ ഏതോ ഒരു ഫോഴ്സ് എന്നെ ആ ബസ്സിൽ കയറുവാനായിട്ട് നിർബന്ധിച്ചു. ഞാൻ ബസ്സിൽ കയറി. അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ എങ്ങോട്ട് പോകും, പള്ളിയിൽ കുർബാനയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ലാറ്റിൻ പള്ളിയിൽ കുർബാനയുണ്ടല്ലോ, അവിടെ പോകാം. അങ്ങനെ ലാറ്റിൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞപ്പോൾ ഒരു ബ്രദർ എന്നോട് വന്ന് ചോദിച്ചു, ലീജിയൻ ഓഫ് മേരിയിൽ ജോയിൻ ചെയ്യാവോ? അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു മെസ്സേജ് കിട്ടിയിരുന്നതുകൊണ്ട് ഞാൻ ഒട്ടും മടിച്ചില്ല. ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്യാം. അന്ന് തന്നെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് അങ്ങനെ കൂടുതലായിട്ട് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഉടമ്പടിയുടെ നിബന്ധനകളെല്ലാം ഞാൻ പാലിക്കാൻ തുടങ്ങി. രോഗികളെ സന്ദർശിക്കുക, പാവപ്പെട്ടവരെ കാണുക, അതുപോലെ ഓൾഡ് ഏജ് ഹോമിലും വിശ്വാസമില്ലാത്തവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക, വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കുക. ഇതെല്ലാം ഉടമ്പടി നിബന്ധനകളാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിലും മാതാവ് എന്നെ ഉടമ്പടിയിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ എന്നിൽ നടത്തുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലീജിയൻ ഓഫ് മേരിയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പിന് വേറൊരു പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു ബ്രദറുമായി പരിചയപ്പെട്ടു. ആ ബ്രദർ ഇവിടെ വർഷങ്ങളായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു സഹോദരനായിരുന്നു. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളുടെ നിയോഗത്തിൽ മാതാവ് ഇടപെടും, അതുകൊണ്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക, ഉടമ്പടി ജീവിതം നയിക്കാനായിട്ട്. എനിക്ക് കുറേ നേർച്ച വസ്തുക്കളൊക്കെ ആ സഹോദരൻ തന്നു. ഞാൻ ആ നേർച്ച വസ്തുക്കളെല്ലാം കൊടുത്തവർക്കെല്ലാം അത്ഭുതകരമായ ഇടപെടലുകൾ അവരുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായപ്പോൾ എനിക്ക് വളരെ ശക്തമായ ബോധ്യമായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനത്തിലെത്തി. അങ്ങനെ ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ ഇവിടെ എത്തുന്നത് 2022 ഡിസംബർ 7-ാം തീയതിയാണ്. ഞാൻ ആ ഡേറ്റ് ഒന്ന് നോക്കിയിട്ടല്ല ടിക്കറ്റ് എടുത്തത്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ 7-ാം തീയതി എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ എത്തുമ്പോൾ വി പി ജോസഫ് അച്ഛനൊക്കെ പുറത്ത് കാത്തു നിൽക്കുകയാണ്, ബിഷപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിനത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ പുണ്യഭൂമിയിൽ എത്തുവാനും ഉള്ള കൃപ എനിക്ക് ദൈവം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്ത ദിവസം ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് ആദ്യമായി എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുക്കുകയാണ്. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ എറണാകുളത്തുള്ള എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നത്. ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് വരികയായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ മാതാവിൻ്റെ രൂപവും നേർച്ച വസ്തുക്കളെല്ലാം വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോഴാണ് അവർ തന്നെ അറിയുന്നത് ഞാനിവിടെ വന്നെന്നും ഉടമ്പടി എടുത്തെന്നൊക്കെ അറിയുന്നത്. അടുത്ത ദിവസം തന്നെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു. തിരിച്ച് ഞാൻ മുംബൈയിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ വെച്ച് ഒരു ശബ്ദം കേട്ടു, മാതാവിൻ്റെ സ്വരം, നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് പോകും. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ബോധ്യമായി, സാക്ഷ്യങ്ങളിലെല്ലാം കേൾക്കുന്ന പോലെ ഉടമ്പടിയിൽ ഏറ്റവും അധികം നമുക്ക് ലഭിക്കുന്നത് മാതാവിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം എനിക്ക് ലഭിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ നിയോഗം പൂർത്തീകരിക്കാനായിട്ട് മാതാവ് എന്നെ സഹായിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും എല്ലാ ഉടമ്പടി നിബന്ധനകളും കൃത്യമായി പാലിക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വളർച്ചയുണ്ടായി. വീണ്ടും 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം കൂടുതലായിട്ട് ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ടുള്ള കൃപയാണ് എനിക്ക് മാതാവ് തന്നത്. അതിനുശേഷം അച്ഛനെ കാണാനായിട്ട് ടോക്കൺ എടുത്തു. ആ ടോക്കണിൽ എഴുതിയിരുന്നത് അകന്നു കഴിയുന്ന ദമ്പതികളെ ഒരുമിപ്പിക്കുമെന്ന് മാത്രമായിരുന്നു. പക്ഷേ അച്ഛൻ അത് വായിച്ചിട്ട് ചോദിച്ചു എന്നോട്, വൈഫിൻ്റെ പേരെന്താണ്? ഞാൻ ജിൻസി എന്ന് പറഞ്ഞു. ജിൻസി തിരിച്ചു വരാനുള്ള ഒരു മാനസികാവസ്ഥയിലാകട്ടെ സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് വെഞ്ചരിച്ച ഒരു മാതാവിൻ്റെ കാശുരൂപം തന്നു. ആ കാശുരൂപം എങ്ങനെ കൊടുക്കുമെന്ന് പോലും എനിക്കറിയില്ല, കാരണം ഞാനിതുമായിട്ട് ചെന്നാൽ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ എങ്ങനെ ഈ കാശുരൂപം എൻ്റെ വൈഫിന് കൊടുക്കും, കഴുത്തിലിടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, മാതാവ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ തിരിച്ച് മുംബൈയിൽ എത്തിയതിന് ശേഷം 2 ആഴ്ചയ്ക്കകം എൻ്റെ വൈഫും വീട്ടുകാരും ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ വന്നു. അവർ വന്നത് തിരിച്ചു വരാനൊന്നും ആയിരുന്നില്ല. അവർക്ക് കോടതിയിൽ ഡിവോഴ്സ് കേസിന് പോകാനായിട്ട് പ്രോപ്പർട്ടിയുടെ പേപ്പർ ചോദിക്കാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രോപ്പർട്ടിയുടെ പേപ്പർ തരാം, പക്ഷേ ഈ കാശുരൂപം ജിൻസിയുടെ കഴുത്തിലിടണം, അതുപോലെ നമ്മൾ ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണം എന്ന നിബന്ധന പാലിക്കാമെങ്കിൽ മാത്രമേ ഞാൻ പ്രോപ്പർട്ടി പേപ്പർ തരികയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം ജിൻസി കഴുത്തിൽ മാലയിൽ അത് ഇടാമെന്ന് സംബന്ധിച്ച് അപ്പോൾ തന്നെ ഇടുകയും ചെയ്തു. അങ്ങനെ അന്ന് അവർ പോയി. അതിനുശേഷം വീണ്ടും ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാതാവ് എനിക്ക്
മെസ്സേജുകൾ തരാൻ തുടങ്ങി. മാതാവിൻ്റെ ദർശനം എനിക്ക് തന്നു, സുഗന്ധാഭിഷേകമുണ്ടായി, വചനത്തിലൂടെ മാതാവ് സംസാരിക്കാൻ തുടങ്ങി, ഈ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നോട് ദൈവം സംസാരിച്ചത് എങ്ങനെയാണ്, ഇതൊരു നഷ്ടമല്ല, കൂടുതലായിട്ട് അഭിഷേകം ചെയ്യാനാണ് എന്നെ ദൈവം ഈ കാലയളവ് എനിക്ക് നൽകിയതെന്നാണ്. അങ്ങനെ 2023 കടന്നുപോയി. 2024 ജനുവരിയിൽ വീണ്ടും ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് മാതാവ് ഒരു മെസ്സേജ് തന്നു, കുരുക്കുകൾ അഴിക്കുന്നതായിട്ട്. അങ്ങനെ ഈ മെസ്സേജുകൾ കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് ഉടമ്പടി ജീവിതത്തിന് മുമ്പോട്ട് പോകുവാനും ആ വിശ്വാസത്തിൽ എൻ്റെ വൈഫ് തിരിച്ചു വരുമെന്നുള്ള ആ പ്രത്യാശയിൽ മുമ്പോട്ട് പോകാനും എനിക്ക് അതൊരു വളരെ എന്നെ സഹായിച്ചിരുന്നു. കാരണം മാതാവ് സാന്നിധ്യം കൊണ്ടും മെസ്സേജ് കൊണ്ടും എന്നെ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ 2024 എനിക്ക് കോർട്ടിൽ നിന്ന് നോട്ടീസ് കിട്ടി. അത് ഡിവോഴ്സിനുള്ള നോട്ടീസായിരുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി നാട്ടിൽ വന്നു, വീണ്ടും ഉടമ്പടി പുതുക്കി. കോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിലൊരു പാട്ട് വരുന്നുണ്ടായിരുന്നു. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. അത് പാട്ട് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പാടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളെ കൃപാസന മാതാവ് സാക്ഷ്യം പറയുവാനായിട്ട് കൃപാസനത്തിലേക്ക് വിളിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു ഇരിങ്ങാലക്കുടയിലാണ് കോർട്ട്, അപ്പോൾ രാവിലെ പോകണം, കൊടുങ്ങല്ലൂർ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ വൈറ്റിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ് തോന്നി. ഞാൻ അവിടെ ഒരു മുസ്ലിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ അവിടെ ഇരുന്ന് ആ ടേബിളിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ നേരെ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരു മാതാവിൻ്റെ രൂപമാണ്. ആ മാതാവിൻ്റെ രൂപം അപ്പോൾ എനിക്ക് ഉറപ്പായി ആ പാട്ട് എനിക്ക് കിട്ടിയത് മാതാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് സാന്നിധ്യം എനിക്ക് തരുന്നതാണെന്നും ആ റെസ്റ്റോറൻറ്റ് വൈറ്റിലിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ കൃപാസന മാതാവ് സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങളെ വിളിക്കുന്നതാണെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ആദ്യമായി ഞാൻ കോർട്ടിലെത്തി. കൗൺസിലിങ്ങിനാണ് പോകുന്നത്. അവിടെ ഞാൻ കോർട്ടിൽ ഉപ്പിട്ടു, വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ കൗൺസിലിംഗ് ഒക്കെ ഫെയിലായി. അത് കോർട്ടിലേക്ക് പോയി. 1 മാസത്തിന് ശേഷം കോർട്ടിൽ വന്നു. കോർട്ടിൽ ജഡ്ജി അത് ഇവരുടെ അഡ്വക്കേറ്റിനോട് ചോദിച്ചു, മീഡിയേഷന് പോകാനായിട്ട് താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ ഭാഗത്തുള്ള അഡ്വക്കേറ്റ് പറഞ്ഞു, ഇല്ല, മീഡിയേഷന് പോകണ്ടെന്ന് പറഞ്ഞു. വീണ്ടും 1 മാസത്തിന് ശേഷം അത് ഹിയറിങ്ങിന് വെച്ചു. ആ ഹിയറിങ്ങിന് വരുമ്പോൾ ജഡ്ജി തന്നെ പറഞ്ഞു ഇത് മീഡിയേഷന് പോട്ടെ എന്ന് പറഞ്ഞ് ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് തന്നെ മീഡിയേഷന് പോകാനായിട്ടുള്ള ഒരു ഉത്തരവിട്ടു. അത് തീർച്ചയായിട്ടും മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഈശോ നൽകിയ അനുഗ്രഹമായിരുന്നു. കാരണം ഞാൻ ജഡ്ജി അത് പറയുന്നതിന് മുമ്പ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന തുടർച്ചയായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാനൊരു ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെയിൽ മേരി ചൊല്ലിക്കൊണ്ടിരുന്നാൽ എത്ര വലിയ കെട്ടും അഴിയുന്നുള്ള കാര്യം. അങ്ങനെ ആ അത്ഭുതകരമായിട്ട് അത് മീഡിയേഷന് പോയി. എങ്കിലും അവിടെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു മീഡിയേഷനിൽ. അപ്പോൾ ഫൈനലി ആ മീഡിയേറ്റർ അത് തന്നെ അതിലിടപെട്ടിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും നമ്മളിത് തിരിച്ച് കോർട്ടിലേക്ക് വിടരുത്, ഇത് മീഡിയേഷനിൽ ഒത്തുതീർപ്പാകണം. അപ്പോൾ അവർ തിരിച്ചു വിടാനൊന്നും റെഡിയല്ലായിരുന്നു ജിൻസിയുടെ പാരൻസ്. പക്ഷേ അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അവർ ഞങ്ങളുടെ ഫ്ലാറ്റിന് തന്നിട്ടുള്ള ഷെയർ ഉണ്ട്, അത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മ്യൂച്വൽ ഡിവോഴ്സായിട്ട് ആക്കാമെന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യമൊന്നും ഇല്ലെങ്കിലും എന്നെ നിർബന്ധിച്ച് അത് സൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ അവർ സൈൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ അത് കോടതിയിൽ പോകാതെ അത് ഒരു എഗ്രിമെൻറ്റിൽ തീർന്നു. അപ്പോൾ 10 മാസം എഗ്രിമെൻറ്റിൻ്റെ ടൈം കിട്ടുമായിരുന്നു. അപ്പോൾ അത് തന്നെ വലിയൊരു അനുഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ അത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ആകും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ ആ മീഡിയേഷൻ എഗ്രിമെൻറ്റിൽ 10 മാസം സമയം കിട്ടി. അപ്പോൾ ഉടമ്പടി ജീവിതം കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു 10 മാസം കൂടി എനിക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അടുത്ത ഉടമ്പടി പുതുക്കൽ വരുന്നതിന് മുമ്പായിട്ട് 2025 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ സംബന്ധിക്കുന്നതോടുകൂടിയാണ് എനിക്ക് ഒരുപാട് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അതിനുശേഷം എനിക്ക് വളരെ ഉറപ്പായി മാതാവ് ഈ കാര്യത്തിൽ ഇടപെടുന്നതായിട്ട്. അങ്ങനെ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ പാരൻസിൻ്റെ വീട് തൃശ്ശൂരാണ്. ട്രെയിൻ തൃശ്ശൂർ സ്റ്റേഷനിലൂടെ എടുക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് നിറയെ ഗോവണികളാണ്.
ഒരു മാതാവിൻ്റെ ഒരു പാട്ടിൽ നമ്മൾക്ക് പാടുന്നുണ്ട്, സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്നെ ഒരിക്കൽ കൂടി അറിയിക്കുന്നതായിരുന്നു. അതൊരു ദർശനത്തേക്കാൾ കൂടുതൽ ഉപരിയായിരുന്നു. കാരണം ട്രെയിൻ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ആ ഗോവണികൾ പുറകോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ഒരിക്കൽ കൂടി മാതാവ് ഉറപ്പ് തരികയായിരുന്നു. അതിനുശേഷം ഫെബ്രുവരി 23-നായിരുന്നു മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ ഡേറ്റ് തന്നിരുന്നത്. ആ ഡേറ്റിനോട് അടുക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് നടക്കില്ല, കാരണം അത് ദൈവഹിതമല്ല. കാരണം ദൈവം വചനങ്ങളിലൂടെയും പല വ്യക്തികളിലൂടെയും എല്ലാം എനിക്ക് ഉറപ്പ് തന്നിരുന്നു ദൈവം നിങ്ങൾ ഒരുമിപ്പിക്കുന്നതായിട്ട്. അങ്ങനെ ഒരാഴ്ച മാത്രം ആ മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ ഡേറ്റിന് ബാക്കിയുള്ളപ്പോൾ അതിന് മുമ്പായിട്ട് ഒരാഴ്ച മുമ്പായിട്ട് ജിൻസിയുടെ ബ്രദർ എന്നെ വിളിക്കുകയായിരുന്നു. ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ശക്തമായ ഒരു ഫോഴ്സിങ് ഉണ്ടാകുന്നു, നിങ്ങൾ സെപ്പറേറ്റ് ആകാൻ പാടില്ല, നിങ്ങൾ ഒന്നിക്കാനായിട്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണം. അങ്ങനെ അന്ന് മുതൽ വീണ്ടും ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പുള്ളിക്കാരത്തിനെ ദൈവം ടച്ച് ചെയ്തു. ഏതൊരു സ്പിരിച്വൽ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ സ്പർശനം പുള്ളിക്കാരത്തേക്ക് കിട്ടുകയും അങ്ങനെ പുള്ളിക്കാരത്തി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. അങ്ങനെ ഫെബ്രുവരി 19 തൃശ്ശൂർ ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്ന് പുള്ളിക്കാരത്തിയായിട്ട് തിരിച്ച് നേരിട്ട് കൃപാസനത്തിലേക്കാണ് വന്നത്. എറണാകുളത്താണ് ഞങ്ങളുടെ നാട്ടിലെ വീട്. എങ്കിലും അവിടേക്ക് പോകാതെ ഡയറക്റ്റ് കൃപാസനത്തിലേക്ക് വന്നു. എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ഒരു റൂമെടുത്ത് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തു, ഉടമ്പടിയൊക്കെ പുതുക്കി. അങ്ങനെ മാതാവിൻ്റെ ഒരു മാധ്യസ്ഥതയിൽ നടന്ന കാര്യത്തിന് നന്ദി പറയാനായിട്ട് ആദ്യമായി ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എത്തി. അങ്ങനെ മാതാവിനെ നന്ദി പറഞ്ഞു, ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോയി. ഈ കാലയളവിനെല്ലാം ജിൻസിക്കും എനിക്കുമെല്ലാം സംരക്ഷണം നൽകിയത് മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഉടമ്പടി ജീവിതമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഉടമ്പടി പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പത്രം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഈ പത്രം കൊടുക്കുമ്പോൾ തന്നെ ഈ പത്രം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ഏതെല്ലാം കരങ്ങളിലാണ് എത്തേണ്ടത്. അപ്പോൾ അവരോട് ഞാൻ ഉടമ്പടിയെപ്പറ്റി പറയും. അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടിട്ട് അവരോട് ഞാൻ പറയും, ദൈവം എനിക്ക് പറഞ്ഞു തരും, ഈ വ്യക്തി ഉടമ്പടി എടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ കാശ് രൂപമെല്ലാം കൊടുക്കും. അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നും മലയാളികളല്ലാത്ത സഹോദരങ്ങളെ ഞാനിവിടെ കൊണ്ടുവന്ന് ഹിന്ദി, ഇംഗ്ലീഷ് ഉടമ്പടിയെല്ലാം എടുക്കാനായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോമുകളിലും പ്രായമുള്ള ആളുകളുടെ വീടുകളിലെല്ലാം സന്ദർശിച്ച്, ആശുപത്രികളിലെല്ലാം സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തേൻ, ഇങ്ങനെയുള്ള നേർച്ച വസ്തുക്കൾ ളുടെ ഉപയോഗം വഴി ഒരുപാട് അത്ഭുതങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ നടന്നിട്ടുണ്ട്. പല വ്യക്തികളും മരണത്തിലേക്ക് പോകുന്ന അവസ്ഥകളിൽ അവർക്ക് തേനും അതുപോലെ കാശുരൂപം എല്ലാം അവർക്ക് കൊടുക്കുമ്പോൾ അവരതിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുക, വചനം വായിക്കുക, വചനാഭിഷേകത്തിൽ വളരുക, അതുപോലെ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കുക, അതുപോലെ ഉള്ളവരെ ആഴപ്പെടുത്തുക, ഇതിനെല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇനി ജിൻസിയെ 2 വാക്ക് പറയുന്നതായിരിക്കും. I am Jinsi Jameson. I am wife of Jameson Francis. Actually, I would like to express my gratitude towards Kribasana Mother Mary, because she has liberated me from separation from my husband. Actually, I was living very depressing life with my parents, actually, because we are separated for 4 years. And currently I am now back with my husband. I am very grateful to Kribasana Mother Mary and Jesus especially, and I am very much happy to come back. Thank you so much. Thank you. കഴിഞ്ഞ 4 വർഷക്കാലം ഞങ്ങളെ സംരക്ഷിക്കുകയും അവസാനം ഞങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്ത കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അവർ ഇനി 2 അല്ല, ഒരേ ശരീരമാണ്. ദൈവം ചേർത്തതിനെ മനുഷ്യന് വേർപെടുത്തരുത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വചനമാണ്. ദൈവം ചേർക്കുന്ന ബന്ധമാണ് വിവാഹം. അത് ഒരു മനുഷ്യ തീരുമാനം മാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവം ചേർത്ത ബന്ധം നമ്മൾ തകർക്കാൻ പാടില്ല. ഇത് വിശ്വാസവും സഹനവും ക്ഷമയും ആവശ്യപ്പെടുന്ന ഒരു ബന്ധമാണ്.
ഉടമ്പടിയിലൂടെ ദൈവം നമ്മോട് ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കുന്നു. ആ ബന്ധമാണ് വിവാഹ ജീവിതത്തിൽ നമ്മൾ പരസ്പരം ആ ബന്ധം, ആത്മീയ ബന്ധം തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. വിവാഹം പോലെ തന്നെയാണ് ദൈവത്തോടുള്ള ഈ ഉടമ്പടിയും വേർപെടാതെ നിലനിർത്തേണ്ട ഒരു ബന്ധമാണ്. പ്രയാസങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രശ്നങ്ങളുടെ ഇടയിലും പ്രാർത്ഥനയിൽ നിലനിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയാണ്. ദൈവം ചേർത്ത ബന്ധങ്ങൾ വിശുദ്ധവും ശാശ്വതവുമായ ഒരു ബന്ധമാണ്. അത് സംരക്ഷിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയാണ് നമ്മെ ഓരോരുത്തരെ സഹായിക്കുന്നത്. ഈശോയും അമ്മയും സ്നേഹിച്ച് യോജിപ്പിച്ച ഒരു നല്ല ഒരു ദൈവിക ബന്ധത്തെ പറ്റിയാണ്, ദൈവാനുഭവത്തെ പറ്റിയാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് ജെയിംസണും ഭാര്യ ജിൻസിയും നമ്മളോട് ഷെയർ ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വചനം, യാക്കോബിൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും എപ്പോഴും ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു സാന്നിധ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്ത് പ്രതിസന്ധികൾ വന്നാലും ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന് വിചാരിക്കുമ്പോഴും ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ദൈവ സാന്നിധ്യത്തിന് ഒരു ഉറപ്പാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ദൈവം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്, കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ വഴിയാണ് പരിശുദ്ധ അമ്മ നമ്മിലേക്ക് തുറന്നു തരുന്നത്. കൃപാസനത്തിൽ മാതാവിലൂടെ, പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയിലൂടെ നാം ഈശോയിലേക്ക് എത്തുകയാണ്. അത് ഈ മകൻ പറഞ്ഞ പോലെ യാക്കോബിൻ്റെ ഗോവണി പോലെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ വാതിൽ തുറന്ന് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധം ദൈവം തുറന്നു തരുന്ന ആ വാതിലിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ നമ്മെ കൊണ്ടുപോകുന്നത്. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജെയിംസിനെയും ജിൻസിയെയും കൂട്ടിയോജിപ്പിച്ച ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ആ ദൈവം. സംരക്ഷിക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മളെ കൂട്ടി യോജിപ്പിക്കുന്ന, നമ്മൾ ദൈവത്തോട് ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചേർത്ത് പിടിപ്പിക്കുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും ഈ മകൻ്റെ ജീവിതത്തിൽ വഴിയൊരുക്കി തന്നത് ഓരോ രീതിയിലും ഓരോ വ്യക്തികളിൽ കൂടെ, ഓരോ സാഹചര്യങ്ങളിൽ കൂടെ വഴിയൊരുക്കി തന്ന ആ അമ്മയാണ് കൃപാസനം അമ്മ. സമയച്ചുരുക്കത്തിൻ്റെ മേൽ അധികാരമുള്ള ആ അമ്മയാണ്. 4 വർഷത്തിന് ശേഷം ഈ മക്കൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറന്നു കൊടുത്തത്. ഒരു പുതിയ ജീവിതമാണ് ഈ മക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ചത്. ഈ മക്കൾക്ക് കിട്ടിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.